ഹലോ. ആ ജോസഫ് എത്തിയില്ലേ? എത്തിയിട്ടില്ല. അവിടേക്ക് ഇരിക്കാം. പിടിച്ചു തുടങ്ങല്ലേ? അല്ലാതെ പിക്ചേഴ്സ് എവിടെ? കുറച്ച് കൊണ്ടുവച്ചു. Thank you very much. Friends, now we present the last and the most surprising item of the night, the Wish You Girl. Ferocious Ritu, Ritu the Yellow Flame. Yes, your Wish You Girl, Ritu. Ritu the voluptuous yellow serpent of your dream. കഴിഞ്ഞു? ഇല്ല, നടക്കുക. ജോസഫ് എത്തിയോ? കണ്ടില്ല. വക്കീലിനെ കണ്ടത് വെറുതെ. ഇതാറായല്ലോ കളി. ഇപ്പോഴാണെന്ന് ഊരിപ്പോരാൻ പറ്റിയത്. ആ പയ്യൻ വിടുകയല്ല. അവിടേക്ക് പോ, ഇവിടേക്ക് പോ. നമുക്ക് എല്ലാവരും കൂടെ ഒരു കാര്യം ചെയ്യാം. നിന്റെ മോലാളിയെ വെടിവെച്ചു അല്ലേ? ആ മുതുക്കൻ സേട്ടിന് ജീവിച്ചിരുന്നിട്ടും വലിയ കാര്യമൊന്നും ഇക്കണക്കിനത് വേണ്ടിവരുമെന്നാ തോന്നുന്നത്. അയ്യോ, എനിക്കൊന്നും വേണ്ട. ഒന്നും വേണ്ട വേണ്ട. ഞാൻ പോവാൻ. വാപ്പ ഇറങ്ങുന്നതിന് വീട്ടിൽ കറങ്ങുന്നു. ഒരു സ്മാൾ അടിക്കാതെ എങ്ങനെയാടാ നിന്റെ വാപ്പായെ ഫേസ് ചെയ്യുന്നത്? ഒരു സ്മാളോട്. സോഡ ഒരു വാട്ടർ സർ. വാട്ടർ സർ. നീ ജോസഫ് ഇല്ല? ഇന്നലെ കണ്ടിരുന്നു. ഇന്നലെ വരവില്ലെന്ന് പറഞ്ഞിട്ടില്ല. എന്താ പേ ചെയ്യാൻ പൈസ വല്ലതും പോരാ വരും? അതല്ല, വന്നാൽ ലളിത ഉണ്ടായിരുന്നു കാര്യങ്ങൾക്ക്. ഹലോ. 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 എനിക്കുള്ള സമയം കൂടെ വക്കീലിനുണ്ട്. ഹലോ സർ, അവിടെ ഉണ്ട്. പാതിയേ ഉള്ളൂ. ഒന്നും വേണ്ടെങ്കിലോ? വേണ്ട. പിന്നെന്തിനാ തന്റെ മാതിരി പോലീസുകാരനെ പോലെ വന്നു നിൽക്കുന്നേ? അയ്യോ, ഞാനൊന്നും വേണോന്ന് ചോദിച്ചില്ലല്ലോ. ഇതെവിടെ കൊണ്ടുവച്ച് കഴിക്കുന്നതിന് തന്റെ മാനേജർക്ക് കഴപ്പ് വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം. സാർ എന്തോന്ന് ഈ സ്ഥാപനത്തിന് മോലാളി സാറിനോട് കഴപ്പൊന്നും കാണിച്ചിട്ടില്ലല്ലോ. ആര്? പൊളി. പിന്നെന്ത്? അല്ല, നിന്റെ മാനേജർ ആരോടോ പറഞ്ഞെന്ന് കേട്ടു, പുറത്തുനിന്ന് സാധനം കൊണ്ടുവച്ച് കഴിക്കുന്നത് ബിസിനസ് ഡള്ളാക്കുന്നെന്ന്. അങ്ങനെ പറഞ്ഞു കാണില്ല. എന്നോടോ പറച്ചു നിർത്താൻ അറിയാഞ്ഞിട്ടല്ല, തന്റെ മോലാളിയെ ഓർത്തിട്ടാ. ഞങ്ങളൊക്കെ വല്ലപ്പോഴും വന്നിങ്ങനെ ഇരിക്കുന്നതാ ഈ ഹാളിന്റെ ഒരു ഗ്ലാമർ. മനസ്സിലായോ? പോയി ആ വിവരം ആ മാനേജർ കയ്യിലോട് പറഞ്ഞിട്ടാ. അല്ല, നമുക്കൊന്നും വേണ്ടല്ലോ. ഇവൻ നീറ്റ സുഖം. താനെന്താ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? വെറുതെ അല്ലല്ലോ, ഞാൻ കഴിച്ചോണ്ടിരിക്കല്ലേ. ഇവൻ കോച്ചാടൂ. മനസ്സിലായല്ലോ, ഞാൻ ബ്രാൻഡിയാ കഴിച്ചോണ്ടിരിക്കുന്നു. അത് നീ അടി. ആ 1.5 കയ്യിലെ സാധനമുണ്ട്. രാഘവ, രാഘവ ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു നോക്കട്ടെ.
ബാറടച്ചില്ലല്ലോ. അടച്ചു. എന്താ വേണ്ടേ? ഒരു ഡബിൾ ലാർജ് കൂടെ ഇങ്ങ് ഒഴിച്ച് തന്നിട്ട് അടച്ചോളാൻ പറ. അതെ, എല്ലാരും പോയി. അതുകൊണ്ട് ഒന്നുമില്ല, എല്ലാരും പോയിന്ന് പറഞ്ഞെന്ന് മാത്രം. ഇവൻ ഇത് എവിടുന്ന് വരുന്നതാ? സ്വസ്ഥമായിട്ട് ഇത്തിരി വെള്ളം അടിക്കാൻ വേണ്ടിട്ടല്ലേ ഇതിനുള്ളിൽ വരുന്നത്, അല്ലാതെ പിന്നെ എവളുമാരുടെ ഈ ചാടികളി കാണാൻ വേണ്ടിട്ടാന്നാ? തനിക്കിത് കാണുന്നത് തന്നെ ഇഷ്ടമല്ലേ? എന്നല്ല, ഇന്ന് വന്ന ആ പെണ്ണ് സ്റ്റൈൽ റിയൽ ലെഗ് ബ്യൂട്ടി. സത്യം പറഞ്ഞ എനിക്ക് നിന്നോടൊന്ന് ഭയങ്കരമായ അസൂയ തോന്നിടാ മോനെ, കൊന്നു കളയാനുള്ള അസൂയ. ബാറടച്ചു. രാഘവ സർ. വരട്ടെ കാണോ രാഘവ? അങ്ങനെ പോയി കിടന്ന് ഉറങ്ങട്ടെ ജോസഫേ. ഹായ് മിസ്. ഇരിക്കൂ. നിനക്കെന്റെ ഫ്രണ്ട്സിനെ പരിചയമായോ? ഇത് ഗോപി, അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോ വലിയ സുപ്രീം കോടതി വക്കീലൊന്നുമല്ല, വെറും സാധാ കേസില്ല വക്കീല്. ഇദ്ദേഹം സക്കറിയ. പണി എന്ന് പറയാൻ അങ്ങനെ പണിയൊന്നുമില്ല, തണ്ണി അടിക്കുക, അത് തന്നെയാ പണി അല്ലേ? ഇവൻ ഹിലാൽ, പയ്യൻ, വെർജിൻ പയ്യൻ. പാപ്പാന്റെ ഉമ്മയുടെയും കണ്ണുവെട്ടിച്ചിറങ്ങിയിരിക്കുക നീന്തല് പഠിക്കാൻ. ഗുഡ് നൈറ്റ്. ഒന്നുമില്ല. കറിയാച്ചാ, താൻ ചിരിക്കൊന്നും വേണ്ട. കാണണോ, അവളിപ്പോ അവളുടെ ഒറിജിനൽ വേഷത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നേ. പോട്ടെന്റെ ജോസഫേ, അവക്ക് അവിടെ പണിയായി വയറ്റിപ്പാടായി, നമ്മൾ എന്തിനാ വെറുതെ? അല്ലെങ്കിൽ ഇപ്പോ ഇങ്ങേരി വിളിച്ച ഉടനെ അവളിഞ്ഞ് ഇറങ്ങി വരാനിരിക്കില്ല. ഇവളല്ല, ഇവളെ പോലെ 50 എണ്ണം വരും. അവക്ക് ഇവിടുന്ന് ഈ നായിന്റെ മക്കൾ എന്താ കൊടുക്കുന്നതെന്നാ തന്റെ വിചാരം? എന്റെ അപ്പന്റെ തുണിപ്പീടിക തുണി മടക്കി കൊടുക്കാൻ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് അതിലും കൂടുതൽ കാശ് കിട്ടുന്നുണ്ട്. ഇവൻ പറഞ്ഞു വിട്ടാ ഞാൻ പറയും, വാടി വന്നെന്റെ അപ്പന്റെ പീടിക നിന്നോളാൻ. എന്നാ പിന്നെ ഒരു പുടവ് എടുത്തങ്ങ് വിളിച്ചോണ്ട് പോണം. വെള്ളം അടിച്ചോണ്ട് വാചകം. എനിക്ക് വേണമെങ്കിൽ ഞാൻ അവളെ ഇപ്പൊ ഇവിടെ വരുത്തു. നിന്നെയൊക്കെ അതാണോടാ പറയേണ്ടത്? വിഷുക്കണി കാണാൻ വന്നിരിക്കുന്നു, 15 രൂപയുടെ ടിക്കറ്റ് എടുത്തുണ്ട്. പിന്നെ അങ്ങനെ കാണണമെന്നാ പറയുന്നത്. എങ്ങനെ വേണമെന്നോ? എന്നാ വിഷു? നാളത്തരം കഴിഞ്ഞാൽ വിഷുവായി. ആണല്ലോ. എന്റെ കൂടെ ആർക്കൊക്കെ വരാൻ ധൈര്യമുണ്ട്? വന്നാലോ? വന്നാൽ ഞാൻ സ്റ്റൈലായിട്ട് കണി കാണിച്ചു തരാം. ഒരു 3-4 സുന്ദരി പെൺകുട്ടികള് അതിരാവിലെ വന്ന് വിളിച്ചുണർത്തി കണ്ണു തിരുമ്പിച്ച് നോക്കിക്കണം. അതായിരിക്കണം കണി. അവളുമാര് തരുന്ന കൈനീട്ടമായിരിക്കും കൈനീട്ടം. ചുമ്മാ ഡ്രീംസ് കാച്ചാതെന്താ ആശാനെ? ഡ്രീംസ് ഒന്നും അല്ലുവാ, നടത്തി കാണിച്ചു തരാം. അതെ, അപ്പോഴോ ഇത് എങ്ങനെ സാധിക്കുമെന്ന്? അതെന്തിനാ താനിപ്പോ അറിയുന്നേ? കാശുണ്ടെങ്കിൽ എന്താ ഈ രാജ്യത്ത് സാധിക്കാത്തത്? ഇതിനപ്പുറത്തെ കാര്യങ്ങൾ സാധിക്കുന്നു. അല്ല, അതെ ജോസഫ് കുട്ടി, നീ വിചാരിച്ച പലതും സാധിക്കുമായിരിക്കാം. പക്ഷേ ഇപ്പൊ ഇവിടെ പറഞ്ഞ ഈ ഫാന്റസി എങ്ങനെ എവിടെ വെച്ച് സാധിക്കുമെന്ന് അറിഞ്ഞിട്ട് പോകുന്ന കാര്യം തീരുമാനിക്കാന്ന് വെച്ചിട്ടാ. അറിയണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു സമാധാനം. എങ്കിൽ പറയാം. മാളുവമ്മയുടെ അവിടെ പോകും. എങ്കിൽ സമ്മതിച്ചു. ആരേ മാളുവമ്മ? ആരാ ഇപ്പൊ ഈ മാളുവമ്മ? സക്രിയ പോയിട്ടുണ്ടോ അവിടെ? പോയിട്ടൊക്കെ ഉണ്ട് പണ്ടങ്ങോ, പക്ഷെ ഓർമ്മയില്ല, പൂസായി പോയി. അന്ന് കാറി കിടന്നുറങ്ങി. ഞാൻ വേണോ? താൻ വേണം. അല്ല, വെറുതെ എന്തിനാ ഈ പട്ടി ചന്തയ്ക്ക് പോണ പോലെ? താൻ വേണം. കറിയാശ ഇല്ല പിന്നെ കളിയാ. ഞാൻ വീട്ടിൽ ചെന്നില്ലെങ്കിൽ തുടങ്ങി.
ഇത് നിനക്ക് കിട്ടുന്ന വലിയൊരു ചാൻസ് ആടാ കൊച്ചനെ. വെർജിനിറ്റി ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒക്കേഷനാണ് വിഷു. പിന്നെ ഇക്കാര്യത്തിനൊരു മുട്ടുവരികയല്ല. അതെ, എന്റെ കാശ് കുറവാണ്. ഒട്ടുമില്ല. തീരെ ഇല്ലാതില്ല. അതൊക്കെ മതിന്നേ. പോരാ വരികയാണെങ്കിൽ നീ ശമ്പളക്കാരനല്ലേ, കിട്ടുമ്പോ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കേവലമായിട്ടൊരു വിഷുകണി ഉണ്ടാകുമ്പോ ഓരോ ചെറ്റ വർത്തമാനങ്ങളും. അല്ല, തനിക്ക് നാളെ കോടതി പോണ്ടേ? ആ പോയാലിപ്പോ. പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, അവിടെ ചെന്നിട്ട് പരിഭവവും പിണക്കവും ഒന്നും ഉണ്ടാകരുത്. ഗൗരിക്കുട്ടി എന്റെ ആയിരിക്കും. സത്യത്തിൽ ആ ഒരൊറ്റ ഇൻട്രസ്റ്റിലാ ഞാൻ വരുന്നേ. കാമുകിയ? ഏയ്, ഞാനിതേവരെ ആളെ കണ്ടിട്ടില്ല. കക്ഷി 3-4 ദിവസം ആയിട്ടില്ല ഇവിടെ എത്തിയിട്ട്. ഇടഞ്ഞിട്ടുള്ള നിപ്പ നമ്മുടെ വിഷ്ണുംബരല്ലേ, സിനിമാ പ്രൊഡ്യൂസർ, അയാളെ കണ്ടു. അയാള് പറയുന്നേ അവൾ എസ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ അങ്ങേരുടെ അടുത്ത പടത്തിലെ ഹീറോയിനാക്കുമെന്ന. കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും കൂടെ അതുവിധം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എങ്ങനെങ്കിലും വളച്ചെടുത്തോളാം. അല്ല, നിങ്ങൾക്കും ആർക്കും കമ്പനി ഇല്ലാതിരിക്കേണ്ടി വരില്ല. പിന്നെന്താ, പോവാം 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 പോവാം. ശരിക്കും എവരോട്ട് അറിയോ ജോസഫേ, ഫിറ്റായെന്ന് തോന്നുകയോ ഉറക്കം വരികയോ ചെയ്യുകയാണെങ്കിൽ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടിട്ട് കണ്ണടച്ചോളാം. ആ പോവാ പോവാ. ഇവിടം വരെ എത്തിയുള്ള അല്ല, മൂന്നും കൂടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോ ഉറക്കോളച്ചിരുന്ന് വണ്ടി ഓടിക്കാൻ ഞാൻ നിങ്ങളുടെ ഡ്രൈവറല്ലേ. ഞാൻ വണ്ടി സൈഡ് ചേർത്തിട്ട് ഉറങ്ങി. നിന്റെയൊക്കെ സൗകര്യത്തിന് എനിക്ക് ഇത്ര നേരം ഇരിക്കാമെങ്കിൽ ഇനിയിപ്പോ എന്റെ സൗകര്യം കൂടെ സ്വല്പം നോക്കിട്ട് പോ. മതി. ഓസിന് സൂഹിക്കുമ്പോ അത്രക്കൊക്കെ സൗകര്യം നോക്കിയാ മതി. നിർത്തടാ നിന്റെ ഒരു മറ്റേ കാശുകാരന്റെ ഓശാരത്തി വർത്താനം. ഓശാരമാകുമ്പോ ഓശാരമാണെന്ന് പറയും. ഓടാ പുല്ലേ. സക്രിയ പോണവരൊക്കെ പോട്ടടാ. വല്ലവനും ചെലവിൽ പോന്നിട്ട് പിന്നെ വലിയ വർത്തമാനമൊന്നും വേണ്ട. ജോസഫേ, ഞാൻ കുറെ ദിവസമായിട്ട് ഓങ്ങി ഓങ്ങി ഇരിക്കുക. നീ രാവിലെ അടി മേടിക്കും. മദ്യം അവന്റെ സൗകര്യത്തിന്, കാർ അവന്റെ സൗകര്യത്തിന്, ഗൗരിക്കുട്ടി അവന്റെ സൗകര്യത്തിന്. അങ്ങനെ സൗകര്യം പോന്നാ മതി. അങ്ങനെ പോരാൻ നീ ആ തുണിപ്പേടിയിലേക്ക് നിന്റെ അപ്പനെ ചെന്ന് വിളി. നിങ്ങൾ പോരുന്നുണ്ടോ? കാർണിവലിന് സൂചിയേറും കൊണ്ട് നടക്കുന്നവനൊക്കെ എന്റെ വണ്ടി കയറാതിരിക്കുന്നതാ എനിക്ക് മാനം. നിങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരായതുകൊണ്ടും നിങ്ങളെ ഞാൻ വിളിച്ചിറക്കൊണ്ട് ചോദിക്കുക, പോരുന്നുണ്ടോ? വക്കീലെ,
ജോസഫ് പോ. കാശുണ്ടെന്നും പറഞ്ഞ് ജോസഫ് പറയുന്ന അനാവശ്യ വർത്താനം. ഗോപി, അല്ല അത് ശരിയാവില്ല. അവനങ്ങ് തിരിച്ചു പോവാണല്ലോ. അയക്ക് കെട്ടുവിട്ടപ്പോ കച്ചവടത്തിന്റെ ഓർമ്മ വന്നു. അതാ സംഭവം. അതൊന്നുമല്ല. നല്ലൊരു ട്രിപ്പായിരുന്നു. ഈ മണമണാന്ന് പിറുപിറുക്കാതെ സംഗതി നേരെ പറ. തനിക്ക് അവിടെ പോണോ? പോണോന്ന് ചോദിച്ചാ എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങിയല്ലേ. ഹിലാലിന് പോണോടാ? എനിക്ക് പോണമെന്നില്ല. പോണമെങ്കിൽ പോണെന്ന് പറയടാ. എങ്കി വാ, ഞാൻ കൊണ്ടുപോവാ. എങ്ങനെ? ഈ നാട്ടിൽ ട്രെയിനും ബസ്സും ഓടുമെങ്കിൽ ഞാൻ നിങ്ങളെ അവിടെ എത്തിച്ചേരും. വാ. ആ മാളമ്മയുടെ നല്ല സമയം. കറിയച്ച, അവര് പറഞ്ഞു കേട്ടോ? കേട്ടു. എന്താ അതിന്റെ അർത്ഥം? നമുക്ക് വഴി തെറ്റിയിട്ടില്ല. പാടും. തന്തയുടെ നിപ്പ് കാണുമ്പോ നേരെ പോയി പോലീസിന് ഫോൺ ചെയ്യുമെന്നാ തോന്നുന്നു. അതിനെന്താ വക്കീലത്തെ അല്ലേ കൂടെ ഉള്ളത്? അയ്യോ, കുത്തിക്കൊന്നിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും പോലീസിനെ ഫേസ് ചെയ്യാം. പക്ഷെ ഈ ഒരു ഇടപാട് മാത്രം അയ്യോ. ഇത് തന്നെയാണെന്നാ തോന്നുന്നത്. അതെ, ഇത് തന്നെയാണോ വീട്? തനിക്ക് ഉറപ്പുണ്ടോ? ആണെന്നാ തോന്നുന്നത്. ഉറപ്പില്ലേ? കയറണ്ട. ഒന്ന് കേറി എന്ന് വെച്ച് അങ്ങ് കേറി എന്നായില്ലല്ലോ. അതെ, അല്ലെന്നുണ്ടെങ്കിൽ അറിയാൻ പോലെ. ഇത് തന്നെ ആവാനേ വഴിയുള്ളൂ. വേണ്ട
മാളുമ്മ മാളുവമ്മയുടെ വീട് ഇത് തന്നല്ലേ? മാളുവമ്മയുടെ വീട് മാളുവമ്മ വന്നില്ലേലും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോണം. മാളുവമ്മ വന്നില്ലേലും ഞങ്ങളുടെ ഇരി ഇരി ഞാനും വരട്ടെ. ഞാനും വരിക. ഇരിക്കവിടെ ഇരിക്കേ. ഞാൻ വരണ്ടല്ലോ കുളിക്കാൻ. ഗൗരിക്കുട്ടിയാണോ? ആ. മാളുമ്മ മാളും ഇപ്പൊ വരും. ഗൗരിക്കുട്ടി ഇപ്പൊ എത്തും. നമ്മളാരാ? ദേവകി. ഒന്ന് വിളിക്കൂ ഗൗരിക്കുട്ടിയെ. ഇപ്പോഴിവിടില്ല, ഉടനെ എത്തും. എവിടെയാ പോയിരിക്കുന്നേ? അറിയില്ല. മാളുമ്മ ഒപ്പം പോയിരിക്ക? ഉടനെ വരുമല്ലോ അല്ലേ? വരുന്നേ. ഓ, കുടിക്കാൻ എന്താ? എന്താ കിട്ടുക? നാരങ്ങ വെള്ളം, ചായ. അത്രയൊക്കെ ഉള്ളൂ? മോശം. മാളുമ്മ എന്നിങ്ങോട്ട് വന്നോട്ടെ. ഇപ്പൊ ഞാൻ നാരങ്ങ വെള്ളം കൊണ്ടുവരാം. ആ, നാരങ്ങ വെള്ളം എങ്കിൽ നാരങ്ങ വെള്ളം. ഇവിടെ പഞ്ചസാര ഇടാതെ. അങ്ങനെയൊന്നുമില്ല. എന്താ വേണ്ടേ? ഇഷ്ടം പോലെ ഇടാം. നിങ്ങളിപ്പോ അവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഇറങ്ങിയില്ലെങ്കിൽ അവരിപ്പോ ഈ വീട് വളയും. ഇറങ്ങിയാൽ? ഇറങ്ങിയാ പൊതുവഴിയല്ലേ, പറഞ്ഞു വെക്കാലോ. നിങ്ങളാരാ? ഞാനിവിടത്തെയാ. മാളുമ്മയുടെ മോൻ. നിങ്ങൾക്കറിയില്ല, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ നടക്കുന്ന പുകില്. ദാ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത്, ഇപ്പോഴും കരിവായിട്ടില്ല. പിന്നെയും കുഴപ്പമില്ല. അറച്ചു നിൽക്കാൻ നിങ്ങളൊന്ന് വേഗം ഇറങ്ങി. ഞാൻ തൊട്ട് പിന്നാലെ ഉണ്ട്. അല്ല, നിങ്ങളും 3 ആണുങ്ങളല്ലേ, എന്തെങ്കിലും പെശക് തോന്നിയ ഒന്ന് കൂക്കിയാ മതി. ഞാൻ വിളിച്ചാ വരാനും ഈ നാട്ടിൽ 3-4 ഹിന്ദുക്കളുണ്ട്. ആ, ചാകാൻ കുറെ കൂടെ ഭേദപ്പെട്ട സ്ഥലവാ പൊതുവഴി. വാ.
ഒന്നുമില്ല. എവിടെ പോയിട്ട് വരുന്നു? ഗോപാലൻ നായരെ വീട് വരെ. ഏത് ഗോപാലൻ നായർ? കുന്നുംപുറത്തെ ഗോപാലൻ നായർ. അങ്ങനെ ഒരാളുണ്ടോ? ചെണ്ടക്കാരൻ ഗോപാലൻ നായർ. ഞങ്ങൾ അയാളെ ഒരു പഞ്ചവാദ്യത്തിന് വേണ്ടി ബുക്ക് ചെയ്യാൻ വന്നതാ. എന്നിട്ട് ബുക്ക് ചെയ്തോ? ഇല്ല. എന്തേ? എങ്ങനെ ബുക്ക് ചെയ്യാനാ? അദ്ദേഹത്തിന് സുഖമില്ല കിടക്കല്ലേ. വാത പിടിച്ചൊരു വശം തളർന്നു പോയില്ലേ? നിങ്ങള് മാളൂമ്മയുടെ വീട്ടിൽ പോയതല്ലേ? അതെ. എന്നിട്ട് എന്തേ പോന്നു കളഞ്ഞത്? അവരവിടെ ഇല്ല. താൻ ആരാ? സക്കറിയ. ഇവൻ ഹിലാൽ. ഞാൻ ഗോപി, അഡ്വക്കേറ്റ് ആണ്. അല്ല, ഇനിയിപ്പോ ചോദിക്കട്ടെ, നിങ്ങൾ ആരാ? ഞങ്ങളോ? ഞങ്ങൾ ഈ നാട്ടുകാരാ. അത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ വഴിയോ പോണവരടുത്തൊക്കെ ആളാകാൻ നോക്കുന്നത്. എന്താണാകാൻ നോക്കുന്നു? എന്താണെന്നോ അറിയണം നിർബന്ധം പറഞ്ഞുതരാം. പബ്ലിക് ന്യൂസൻസും ത്രട്ടനിങ്ങും എല്ലാത്തിനും വേണ്ടി അഴിയുടെ പുറകെ നിർത്തി കാണിച്ചു തരാം. എന്റെ പേരെന്താ പറഞ്ഞത്? ഹിലാൽ. ഹിലാൽ ആണെന്നാ തോന്നുന്നേ. ചോദിക്കാതെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അല്ലാതെ നിങ്ങളിങ്ങനെ ആലോചിച്ചു തന്നാലേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഇനി ഇവിടെ ലായം പറയാൻ തൊള്ള പറഞ്ഞാലേ അന്നെ മൂന്നിനെ മൊട്ടയടിച്ച് തുണിയില്ലാതെ പരസ്യമായിട്ട് പാതയെ കൂടെ പാരയുടെ നടത്തിക്കാൻ ചുണയുണ്ടെങ്കിൽ എന്തെങ്കിലും പറയണ. അങ്ങോട്ട് മാറണോ? നാടകി ആ നാടക്കടാ അങ്ങോട്ട്. പറയണത് കേട്ടോളി, ഇല്ലെങ്കിൽ മൂന്നിനെ അരിഞ്ഞ് പീസായിട്ട് ഇവിടെ നിരത്തും. നാടക വടാ വാടാ. ഒരു വക്കീൽ തിരിഞ്ഞു നോക്കാ നടക്കടാ. എന്റെ നടക്കടോ അങ്ങോട്ട്. വമ്പത്താര് എടോ നായരെ, ആ കുന്ത്രണ്ട് അങ്ങോട്ട് നീക്കിട്ട് കൊടുക്കി. അങ്ങോട്ടിരുന്നോള. ഞാൻ പോയി വരണത് വരെ അവിടെ അനങ്ങാൻ നോക്കരുത്. ഞാൻ പോയിട്ട് വരാം. ഞാൻ വരുന്നത് വരെ ഒന്നും ചെയ്യാൻ പാടില്ല. വിടക്കം കൊണ്ടുവന്നാളാ. അപ്പൊ അതെന്റെ ഇഷ്ടം പോലെ. നിങ്ങൾ മൂപ്പന്റെ അടുത്തേക്കാ? ആ, മൂപ്പനായിട്ട് ആലോചിച്ചിട്ട് ഇന്ന് എന്തെങ്കിലും പാടില്ലെന്ന് പറഞ്ഞിരിക്കുക. നിങ്ങള് ഇന്നലെ മൂപ്പനെ കണ്ട? അതെനിക്കറിയേണ്ട കാര്യം. പറഞ്ഞതുപോലെ കേട്ടൂടാ. ആനങ്ങാൻ വിടരുത് നമുക്കളെ. ഞാൻ വരാപ്പോ. ആരേ മൂപ്പൻ? മാളമ്മേ, അങ്ങനെ ഇപ്പൊ തല്ലിയിട്ടും കുത്തിയിട്ടും ആരെയും അനുസരിപ്പിക്കണ്ട. മാളമ്മേ,
ഇന്ന് നീ ഇവിടുന്ന് മുടിക്കായിട്ട് പോകാന്ന് വിചാരിക്കണ്ട. അങ്ങനെ പോയാലേ നീ എവിടേക്കാ പോകാന്നറിയോ? ആ കുളം കണ്ടില്ലേ, അതിന്റെ അടിയിലേക്ക്. ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. പോകും. എന്റെ അമ്മാവൻ എന്ന് പറയുന്ന ആ നാൽക്കാലി രൂപ എത്ര എന്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയിരിക്കണെന്ന് അറിയോ? 1000. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തീറ്റയും കുപ്പായം തന്ന് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ചന്തം കാണാനല്ല, മനസ്സിലായോ? ഇനി മൂപ്പനെ വെറുപ്പിക്കണ്ട. ഇനി ആ കിഴവൻ ഈ മുറിലോട്ട് പറഞ്ഞു വിട്ടാല് കൊല്ലും ഞാൻ അയാളെ. വേണമെങ്കിൽ ഇന്ന് തന്നെ നിന്റെ അമ്മാവന്റെ അടുത്ത് ഏൽപ്പിച്ചേക്കാം. മൂപ്പനെ വെറുപ്പിച്ചിട്ട് എനിക്കും എന്റെ കുട്ടികൾക്കും അവിടെ കഴിയാൻ പറ്റാത്തോണ്ടാ. അങ്ങോട്ട് നിന്നെ കണ്ടുപോയ സ്ഥിതിക്ക് ഇനിയിപ്പോ അതേ മാർഗമുള്ളൂ. നീയും കാണുന്നതല്ലേ അവിടെ നടക്കുന്ന കുത്തും വെട്ടും. നിനക്കും അറിയാലോ അതെങ്ങനെയാണെന്നും എന്തിനാണെന്നും. മൂപ്പൻ മതിയെന്ന് പറയണത് വരെ അത് കൂടി കൂടി വരികയല്ലേ ഉള്ളൂ. കൂടട്ടെ. നിന്നെ ഞാൻ ഇതിലാണെങ്കിൽ പിന്നെ എന്തിനാ ഇവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോയത്? കാര്യം പറയാതെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ കിടന്ന് ശബ്ദവും വിളി. അയ്യോ എന്റെ മൂപ്പ, ഇനി പറയാനൊന്നും ബാക്കിയില്ല. എന്തു പറഞ്ഞു? ഇവിടേക്കാ വരുന്നോൾക്ക് അറിയില്ലേ? ഇനി ഇപ്പൊ പറയാലോ. അവൾക്കറിയില്ലായിരുന്നു. അവളുടെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടാ വിളിച്ചിറക്കി കൊണ്ടുവന്നത്. ഇവിടെ വന്നപ്പോ എന്റെ ഒരു ബന്ധുവിന്റെ വീടാണ്, കേറി ഒരു കാര്യം പറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞ് ഇങ്ങ് വിളിച്ചു കയറ്റിയായിരുന്നു. മൂപ്പൻ ധരിക്കുന്നത് ഞാൻ മൂപ്പനെ ധിക്കരിക്കാന്നാ. അത് ഇന്നലെ സുലൈമാൻ വന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. അവിടെ എത്ര പെൺകുട്ടികൾ വന്നിരിക്കുന്നു, ഒരാളെങ്കിലും മൂപ്പന്റെ കയ്യിൽ നിന്ന് നേരിട്ട് അനുവാദം വാങ്ങാതെ അവിടെ നിന്നിട്ടുണ്ടോ? മൂപ്പനെ വെറുപ്പിച്ചിട്ട് ഈ നാട്ടിൽ കഴിയാന്ന് ഞാൻ ധരിക്കുന്ന തോന്നുന്നുണ്ടോ? സങ്കടമുണ്ട്. ഈ 7 ശനി വന്ന് കയറി അന്നു തൊട്ട് സുലൈമാനും കൂട്ടരും മൂപ്പന്റെ പേരും പറഞ്ഞ് അവിടെ എന്തൊക്കെയാ ശല്യം ചെയ്യുന്നു വല്ല നിശ്ചയമുണ്ടോ? വെട്ടും കുത്തും. എന്റെ മോൻ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത്. നായന്മാരെ കൂട്ടാൻ പോയിട്ടല്ലേ? ആര് നായന്മാരെ കൂട്ടി? ഞാനോ? എന്റെ മോനോ? ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ആരെങ്കിലും എവിടുന്നെങ്കിലും ഒന്നും അറിയാതെ കേട്ടറിഞ്ഞൊന്ന് പെട്ട അവരെ തല്ലാനും പിടിച്ചു കെട്ടാനും തുടങ്ങുക. ഞങ്ങൾ എങ്ങനെയാ പിന്നെ ഈ നാട്ടിൽ ഇപ്പൊ ഈ നേരത്ത് ആരായത്? അയ്യോ, ആരെങ്കിലും വഴിതെറ്റി ഒന്ന് പെട്ടിട്ടുണ്ടാവും. എനിക്കിനി ഒന്നും പറയാനില്ല. മൂന്നാള് കുടുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആ നായരെ പിടിയെടുത്തിക്കണം. 6 ദിവസമായി ഞാനും എന്റെ കുട്ടികളും തീ തിന്നെയാണ്. ഇന്ന് ഈ വന്നവരെ കൂടി പേടികാട്ടി വിട്ടാ പിന്നെ ടൗണിൽ നിന്നും ഒറ്റ ആള് വരില്ല. ഞാൻ കാല് പിടിച്ച് പറയാണ്, എല്ലാം മൂപ്പൻ അറിയാലോ. ആ തലതിരിഞ്ഞോളുടെ കാര്യം ഓർത്ത് മൂപ്പൻ മാളുവമ്മയോട് വൈരാഗ്യം വെക്കരുത്. 2 ദിവസം കൂടി കഴിഞ്ഞോട്ടെ, ഞാൻ അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരും. മാളുവമ്മയാ പറയണത്. അവള് നേരിട്ട് വന്ന് മൂപ്പന്റെ കാല് പിടിച്ച് മാപ്പ് പറയും. നിന്റെ വീട്ടിൽ വന്നവരെ മുടക്കിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. നിന്റെ വീട്ടിൽ വന്നവരാ അവര് നീ തന്നെ പോണ വഴിക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോ. അതിലേക്ക് കൊണ്ടുപോയിക്കോ. എന്റെ ഗുരുവായൂരപ്പാ, സുലൈമാനൊപ്പം പോയിക്കോ. ആ വന്നവരെയും ഈ പെണ്ണുങ്ങളെയും ഓരുടെ വീട്ടിൽ കൊണ്ടാക്കിക്കോണം. ബൈക്ക് ആരും കശപിച്ചുണ്ടാക്കാൻ വരരുത്. എന്താ ചങ്ങായത്? സുലൈമാനിക്കാണല്ലോ. നിങ്ങള് പോന്നോളി. എങ്ങോട്ട്? എങ്ങോട്ടാ നിങ്ങൾ വന്നത്? അങ്ങോട്ട് തന്നെ. വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. ഇത്തിരി ബുദ്ധിമുട്ടായല്ലേ? ഇനിയിപ്പൊ സാരല്ല, എന്റെ ഒപ്പം പോന്നോളിൻ. വേണ്ട. കുട്ടി, നിങ്ങൾ എന്താ കുട്ടികളെ ഒടിയനെ കണ്ട പാടെ നിൽക്കുന്നേ? എന്റെ വീട്ടിലേക്ക് ഞാനല്ലേ വിളിക്കുന്നത്? വരുന്നേ. 3 ആൺകുട്ടികളല്ലേ നിങ്ങള്? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവോ? ഞങ്ങളെ കൊണ്ടാക്കി തരാം. നിങ്ങള് ബേജാറാവേണ്ട, വരും ചേട്ടാ.
അല്ലെങ്കിൽ ആയാലും വന്നതല്ലേ, അങ്ങോട്ട് തന്നെ പോവാം അല്ലേ? പോവാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ എന്തു കുഴപ്പം? മൂപ്പം പറഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്തു കുഴപ്പം? മക്കളെ പിന്നെ എന്താടാ മോനെ, എന്താ പറഞ്ഞോ? പറഞ്ഞോ ഐദ്രോസേ? സുലൈമാനക്ക ഒന്നും പറയില്ല. അല്ല, ഞങ്ങള് പോരുന്നില്ല, ഇവിടെ നിൽക്കുകയാണ്. ആ ഇത്രേ ഉള്ളത്, നിങ്ങൾ പറയാണ്ട് എനിക്കറിയില്ലേ? എന്താ വേണ്ടെന്ന് വെച്ചാ വാങ്ങിച്ചു കഴിച്ചോളിൻ. എന്താ ഇപ്പൊ ഇവിടെ ഉള്ളത്? പഴണ്ട്. നീ എന്നാ ഒന്ന് നന്നാവുക എന്റെ കുട്ടിശങ്കര. ഈ വിദ്വാന്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കാ ഭേദം. നിന്ന് മിഴിക്കാണ്ട് എന്റെ കുട്ടികൾക്ക് എന്താ നിനക്ക് കൊടുക്കാൻ സാധിക്കാന്ന് വെച്ചാ പറയാ. ചായ ഉണ്ടാക്കാം, പിന്നെ ഇത്തിരി സമയം തന്നാ പത്തിരിയോ ദോശയോ ഉണ്ടാക്കാം. ഇറച്ചിയുണ്ടോ? ഏയ്, അതൊന്നും ഇവിടെ കിട്ടില്ല. ഇറച്ചി നായർ തപസ് ഇരുന്നാ നടക്കില്ല. അപ്പൊ എന്താ നിനക്ക് സാധിക്കാന്ന് വെച്ചാ ചെയ്യ. നിന്റെ മിടുക്കെന്ന് കാണണം. അല്ല, ആ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ ഒടുവിൽ പിന്നെ ഞാൻ പറയണ കണക്ക്. കണക്കൊക്കെ നീ അങ്ങ് വീട്ടിൽ ഒന്ന് പറഞ്ഞാ മതി. ഇപ്പൊ എനിക്ക് അതും പറഞ്ഞു നിൽക്കാൻ നേരമില്ല. നിങ്ങൾ ഏട്ടത്തി അനിയും തമ്മിൽ എന്ത് കണക്കാ എന്റെ നായരെ? നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ അവരത് തരുന്നില്ലേ? പിന്നിപ്പോ എന്താ? നിങ്ങളൊരു മനുഷ്യ ആണായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. ആരൊക്കെയാ വീട്ടിൽ വരണത്, ആരൊക്കെയാ പോണത്, എന്തൊക്കെയാ നടക്കുന്നത് ഒന്നും അറിയണ്ടല്ലോ. 3 നേരം ചോറ് തിന്നുന്നത് എങ്ങനെയാണെന്നെങ്കിലും ഒരു ആലോചന ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ കഴിയും? അല്ല മാളു, വീട്ടിൽ വന്ന് കയറിയവര് ഇറങ്ങി പോകുമ്പോ എന്തിനാ അവർ പോകുന്നെങ്കിലും ഒന്ന് തിരക്കാൻ നിങ്ങൾ വിചാരിച്ചാ കഴിയില്ലേ? ഞാൻ ആരും വരണതും കണ്ടില്ല, പോണതും കണ്ടില്ല. ഓ, എളുപ്പം കഴിഞ്ഞല്ലോ. നിങ്ങൾ വരും. സുലൈമാനെ ഒന്നിരിക്ക്, ഞാൻ ഇവരൊന്ന് ഇരുത്തിട്ട് വരാം. രണ്ടാം വട്ടോ 18-ാം പടി. ശരണമയ്യപ്പ സ്വാമിയേ. ദാ, ഇങ്ങോട്ടിരിക്കാം. ഓ, എത്തിയല്ലോ. നീയാ ഇവരെ അതൊന്നും പറഞ്ഞ് പേടിപ്പിച്ച് ഇറക്കി വിട്ടത്? അല്ലമ്മ, ഈ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി പോകുന്നു പറഞ്ഞ ആർക്കാരാ അതിന്റെ മാനക്കേട്? ആർക്കാ അതിന്റെ ദോഷം? അല്ല, ഞാനിപ്പോ അറിഞ്ഞോ കാര്യങ്ങൾ ഇങ്ങനൊക്കെ വരാൻ പോണെന്ന്. സാധനം കിട്ടുമോ? കിട്ടും. ഇവിടെ ഉണ്ടോ? ഏയ്, ഇവിടെയോ? ഇവിടെ അതൊന്നും കിട്ടില്ല. ഇത് ചാലക്കുടിയിലെ തറവാട്ട് വീടാ. അതെ, എന്റെ പേരെന്താ? CK ഭാസ്കര മേനൻ. ഭാസിന്ന് വിളിക്കും. ബാസി, ഇവിടെ ഇല്ല പിന്നെ എവിടെ കിട്ടും? ഇവിടെ അടുത്ത് കിട്ടും. നാടനാ? ചിലപ്പോ ഫോറിനും കിട്ടിയെന്നിരിക്കും. നാടൻ എങ്ങനെയാ? തൽക്കാലം ഒരെണ്ണം വാങ്ങി നോക്കാല്ലേ? അതെ. എന്താ അത്? ഏതായാലും ഓടി പോയിട്ട് വാ. നന്നായിരിക്കണം അവരോട് പ്രത്യേകം പറയണ കേട്ടോ. ഭക്ഷണത്തിന് എന്താ വിശേഷിച്ച്? ഇപ്പോ സദ്യ ഒരുക്കാനൊന്നും നിൽക്കണ്ട. മാളും അതെ 2 കോഴി അഴിഞ്ഞ് വാങ്ങിപ്പിക്കണം. എന്നിട്ട് അവനെ നീറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. അശ്ശോ, ഇത് വേണ്ടായിരുന്നല്ലോ. സ്റ്റൈലായിരിക്കണം. താങ്ക് യു മാഡം. എനിക്കുള്ളത് വരുന്നുണ്ട്. ആ സലാമലൈക്കും. സലാമലൈക്കും. ഊരാൻ പറയും.
അവൾക്ക് അങ്ങനെയാ, ഒരു പാവാ. ഇഷ്ടം തോന്നിയാ പിന്നെ അങ്ങ് ഇഷ്ടാ. വക്കീലിന്റെ ടൈം. എന്തായാലും വക്കീൽ നാളൊട്ട് പെണ്ണാലോചിച്ച് നടക്കുകയാണല്ലോ. ഇനിയിപ്പോ അതങ്ങ് നിർത്താം, നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. ഒന്നുമില്ല, ഞാൻ നിന്നെ കല്യാണം പറയാ. പാവാ, ഇണങ്ങിയാ പിന്നെ അങ്ങ് ഇണക്കാം. അല്ലെങ്കിലേ അതുപോലെയാ. ആ ഏ അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്താ അങ്ങനെ എഴുതി നടക്കണ ഉദ്ദേശം? ഏയ് ഒന്നുമില്ല, ഈശ്വര എന്താ അത്ര തന്നെ. ഇതിങ്ങനെ എഴുതി വെച്ചിട്ട് 1,00,000 എത്തുമ്പോ തിരുപ്പതിക്കോ ഗുരുവായൂർക്കോ മറ്റോ അയച്ചു കൊടുക്കും. ഇതിപ്പോ എങ്ങനെയാണപ്പാ 1,00,000 എത്തിന്ന് പറയണത്? അതറിയാം. എന്തേ സുലൈമാനെ? അല്ല, ഞാനെന്നാലും ഇനിയിപ്പോ നിക്കണില്ല എന്ന് പറയാനേ. ഓ, സുലൈമാൻ ഇരിക്കിൻ, ഊണിതാ ഇപ്പൊ ശരിയാവും, ഉണ്ടിട്ട് പോയാ മതി. ഇപ്പൊ അതിനൊന്നും നിക്കാൻ നേരല്ല എന്റെ മാളുമേ. ഇന്നിപ്പോ ഇവിടുന്ന് ഊണ് കഴിച്ചിട്ടില്ലാന്ന് വെച്ചിട്ട് എന്താ, ഞാൻ ഈ വീട്ടിൽ നിന്ന് എത്ര ഊണ് കഴിച്ചിരിക്കണം? ഇപ്പൊ ആവും. ആയിക്കോട്ടെ, പോയിട്ട് കാര്യമുണ്ട്, അതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ എന്താ? അല്ല, മൂപ്പൻ എന്താ പറഞ്ഞത്? അദ്ദേഹം ആയതുകൊണ്ട് ക്ഷമിച്ചു. ആ പെണ്ണിന് തല നേരെയാവില്ല. എന്ത് ചെയ്തിട്ടും പറഞ്ഞിട്ടും അവൾക്ക് ഒരു മാറ്റവും ഇല്ല. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കൂട്ടിക്കൊണ്ട് ചെല്ലാന്ന് വിചാരിച്ചിരിക്കുക ഞാൻ. ഇനിയിപ്പോ സാരല്ല, മൂപ്പരുടെ ആ വാശി ഒന്ന് തീർന്നല്ലോ. വലിയ ഡിമാൻഡും പറഞ്ഞിരുന്നിട്ട് അവള് മൂപ്പന്റെ പേരെന്ന് ഇറങ്ങി വരുന്നത് നാട്ടുകാർ മുഴുവൻ കണ്ടല്ലോ, അത് മതി. എന്നാലും എനിക്ക് എന്തോ നിങ്ങളെ പേടിക്കാണ്ടിരിക്കും ആളുമേ, മൂപ്പന്റെ ദേഷ്യം മാറിയില്ലേ. ഇനിയിപ്പോ നിങ്ങളാരെ ഭയക്കണത്? ഞങ്ങളൊക്കെ ഇല്ലേ. ഇവളൊക്കെ നേരെയാവും. 2 ദിവസം കൂടെ സമയം കൊടുക്കി, നേരെയാവാണ്ട എവിടെ പോവാൻ? നിങ്ങളല്ലേ ആള്. പോട്ടെ കുട്ടി, സാരമില്ല. പിന്നെ ഒരിക്കൽ അയാൾ വന്നിരുന്നെങ്കിൽ കൊല്ലുമായിരുന്നു, ആ മനുഷ്യനെ കൊല്ലുമായിരുന്നു. എനിക്കെന്റെ വീട്ടിൽ പോകാൻ പറ്റുമോ ദേവകീർത്തി? ഗൗരിക്കുട്ടി, ഗൗരി, എവിടെ സാറേ ഗൗരിക്കുട്ടി? ഇപ്പൊ വരും. ഒന്നിങ്ങോട്ട് ഇറങ്ങി വരാൻ പറയാൻ നന്നായിരുന്നു. ഒന്നിനുമല്ല, വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്താ കറിയച്ചേട്ടൻ എന്നോട് എന്റെ കാര്യം വിടന്റെ മോളെ, എനിക്ക് സംസാരിച്ചിരിക്കാൻ നീ പോലും വേണമെന്നില്ല. ദേ, ആ പയ്യന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. ഗൗരിക്കുട്ടി എന്ന് കേട്ടത് കൊണ്ട് മാത്രം ചാടി പുറപ്പെട്ട കക്ഷിയാ. ലൈഫിൽ ആദ്യമാ. കാശ് വെച്ചാ കളി? കടവില്ല. അമ്മയെ വിളിക്കും. നീയില്ലല്ലോ. എനിക്കറിയില്ലല്ലോ. വെറുതെ നല്ല കുട്ടികളെ കൂടെ കൂടെ കൂട്ടി. കടം പറയരുത്. ഇല്ലെന്നേ, ഈ കറിയച്ചേട്ടൻ. അല്ല, മേനോൻ കളിക്കോ? അസലായി കളിക്കും. നമ്മുടെ കാശ് പോയോ? വേണ്ട, അവന് കളിക്കാനും അറിയില്ല, കയ്യിൽ കാശും ഇല്ല. ഏയ്, മൂപ്പർ തൊടില്ല. ആരാ
ആരാ ഉള്ളത്? ഇവിടെ എന്താ ചെയ്യുന്ന ഗൗരിക്കുട്ടി? വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെ പെരുമാറുക? ഞാൻ ഗൗരിക്കുട്ടിയെ കാണാൻ വേണ്ടിട്ട് മാത്രമാണ് വന്നത്. എല്ലാരും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആകും പറയുക അല്ലേ? കൈമാറ്റുന്നില്ല. കൈയെടുക്കൂ. എടുക്കാം. പക്ഷെ ഒരു കാര്യം, ഒരു 2 മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് ഇവിടുന്ന് അനങ്ങുള്ളൂ എന്ന് ഗ്യാരണ്ടി തരണം. അത്രയ്ക്ക് വില കൂട്ടണം. പതിവ്രതമായി കാണും. എന്താ ഇവിടെ? ആരാ വിളിച്ചത്? ഓ അങ്ങനെ. ആരായിരുന്നു വിളിച്ചത്? നീയോ ഇവളോ? ആരും വിളിച്ചില്ലല്ലോ. ആരും വിളിച്ചില്ലേ? ഓ അത് എന്റെ കാലാ കമ്പിത്തിട്ടെന്ന് വീണു. അപ്പൊ വിളിച്ചു പോയതാ. ഒന്നും പറ്റിയില്ലല്ലോ. വന്നിട്ടിപ്പോ 4-5 ദിവസമേ ആയിട്ടുള്ളൂ. പെരുമാറ്റം ശരിയായില്ലെന്ന് വെച്ച് ഒന്നും തോന്നരുത് കേട്ടോ. എന്താ കുട്ടി ഇത്? കുട്ടിക്ക് ഇഷ്ടമില്ലാതെയാണോ ഇവിടെ പറപ്പിച്ചിരിക്കുന്നത്? ചോദിക്കുന്ന ഉത്തരം പറയൂ. ഇവിടെ ഈ തൊഴിൽ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലാതെയാണോ? കരയണ്ട, എന്നോട് പറയാം, ധൈര്യമായിട്ട് പറയാം. എനിക്കെന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ഞാനത് ചെയ്യുകയും ചെയ്യാം. പറയുന്നത് നേരായിരിക്കണമെന്ന് മാത്രം. ദേ നോക്കൂ, കുട്ടി മാളൂമ്മയുടെ ആരാണ്? ചോദിച്ചത് കേട്ടില്ലേ? കുട്ടിക്ക് സ്ത്രീയുമായിട്ട് ബന്ധം വല്ലതും ഉണ്ട്? ഇല്ല. ഇവിടെ കൂടെ ഒന്ന് താമസിപ്പിച്ചിരിക്കുക. എത്രയായി ഇവിടെ വന്നിട്ട്? 5 ദിവസം. 5 ദിവസമേ ഉള്ളൂ. അതിനു മുമ്പ് വീട്ടില്. ഏത് വീട്ടില്? എന്റെ വീട്ടില്. എവിടെയാ വീട്? ഗൗരിക്കുട്ടിക്ക് ഇതെല്ലാം എന്നോട് പറയാൻ പേടിയുണ്ട് അല്ലേ? ആരെയാ പേടി? മാളൂമ്മയാ? ഞാൻ ഇതൊക്കെ എന്തിനാ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങളുള്ള അടുപ്പം തന്നെയല്ലേ എനിക്ക് അവരുമായിട്ടുള്ളൂ. ഞാനിതൊന്നും അവരുമായിട്ട് സംസാരിക്കാനേ പോകുന്നില്ല. ഞാൻ ധരിച്ചത് ഇവിടെയുള്ള ഒരാൾ തന്നെയാ ഗൗരിക്കുട്ടി എന്നാണ്. അതുകൊണ്ട് ചിലപ്പം എന്റെ പെരുമാറ്റവും ശരിയല്ല വന്നിട്ടുണ്ടാവും. എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പെരുമാറാൻ സാധിക്കുമെന്ന് വിചാരിക്കണ്ട. എന്നെ വിശ്വസിക്കാം. കുട്ടിയെ ഇവിടെ വരെ ബലമായി താമസിപ്പിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണോ? അതെ. കുട്ടിക്ക് സ്വന്തം വീട്ടിൽ പോകണമെന്നുണ്ടോ? എങ്കിലും ഒന്നും വിളിക്കാതെ എല്ലാം എന്നോട് പറയൂ.
ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഞാൻ അവന് വേണ്ടി ശ്രമിക്കാം. പറയൂ, എവിടെയാ കുട്ടിയുടെ വീട്? പുഴയ്ക്കക്കരെ, പുഴയ്ക്കക്കരെ, അമ്പലത്തിനടുത്ത്. വീട്ടിലിപ്പോ ആരുണ്ട്? മുത്തശ്ശി. മുത്തശ്ശി മാത്രം? നിങ്ങൾ എന്നെ എന്റെ വീട്ടിലെത്തിക്കൂ. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പറയാം. അത് നേര് മാത്രം പറഞ്ഞാൽ. ഞാൻ നുണ പറയില്ല. പറഞ്ഞിട്ടേ ഇല്ല? ഇല്ല, ഞാൻ നുണ പറയില്ല. വീട്ടിൽ മുത്തശ്ശി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ നേരാണോ? അതെ. അതെന്താ അങ്ങനെ? അമ്മ അച്ഛനും? അമ്മ ചെറുപ്പത്തിലേ പോയി. അച്ഛൻ വേറെ കല്യാണം കഴിച്ചു? ഇല്ല, ഞാൻ അച്ഛന്റെ ഒപ്പമായിരുന്നു. 3 മാസമുള്ള എന്റെ അച്ഛൻ മരിച്ചിട്ട്. എങ്ങനെയായിരുന്നു അച്ഛൻ മരിച്ചത്? കമ്പിന്ന് വീണിട്ട്. കമ്പിന്ന് വീണിട്ടോ? ലൈൻ കമ്പി ഇല്ലേ, ലൈൻ കമ്പി, ഇലക്ട്രിസിറ്റിന്റെ ലൈൻമാൻ ആയിരുന്നു എന്റെ അച്ഛൻ. ഒരു ദിവസം പോസ്റ്റിൽ നിന്ന് വീണു. കുറേ ദിവസം ആശുപത്രി കിടന്നു. ഒരിക്കൽ പോലും ബോധം തെളിഞ്ഞില്ല. അവിടെ തന്നെ കിടന്ന് മരിക്കുകയായിരുന്നു എന്റെ അച്ഛൻ. അവിടെ വെച്ചാണ് ഞാൻ ഈ സ്ത്രീ ആദ്യം കാണുന്നത്. ഇന്ന് എത്രയായി? ഇന്നേക്ക് 7 ആകുന്നു. ഇതേ കിടപ്പ് തന്നെയാ, ഓർമ്മ വീണിട്ടില്ല. ഇത് മാധവൻകുട്ടിയുടെ അമ്മയാ. മോളാ, ആകെ ഈ ഒന്നേ ഉള്ളൂ. വാ മോളെ. വിഷമമുണ്ട് മോളെ, വല്ലാതെ വിഷമമുണ്ട്. കേശവന്റെ അളിയന് ഇങ്ങനൊരു അപകടം ഉണ്ടായെന്ന് കേട്ടപ്പോ വരാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇവിടെ വന്ന് നിന്നെ കണ്ടു കഴിഞ്ഞപ്പോ വരണ്ടായിരുന്നു എന്ന് തോന്നുക. എന്റെ മോക്ക് ദൈവം ഒരാപത്തും വരുത്തിയില്ല. ഇതാ വേണ്ട, വാങ്ങിച്ചോളൂ കൂട്ടി. ഇവിടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരാള് സുഖമില്ലാണ്ട് കിടക്കില്ലേ, നിന്റെ അമ്മ തരുന്നെന്ന് വിചാരിച്ച് അങ്ങോട്ട് വാങ്ങിച്ചോളൂ. വാങ്ങിച്ചോളൂ കുട്ടി, ഞങ്ങളൊക്കെ ഒന്നിച്ചു വളർന്നവരാ. എങ്കിൽ ഞങ്ങൾ ചെല്ലട്ടെ മെന്നെ, വൈകിയ പിന്നെ കടത്തു കിട്ടാൻ ബുദ്ധിമുട്ടാവും. പോയിട്ട് വരാം മോളെ. സ്നേഹമുള്ള സ്ത്രീയാ, കേട്ടിട്ടില്ലേ നീ? ചാലക്കുടി വീട്ടിലെയാ മാളു അമ്മ. എന്റെ അച്ഛൻ മരിച്ചപ്പോൾ അവർ വീണ്ടും വന്നു. അന്നും കുറച്ച് കാശ് എന്റെ കയ്യിൽ തന്നിട്ട് പോയി. പിന്നെയും ഒരു വന്നു, പിന്നെയും 2-3 വട്ടം. അമ്മയ്ക്ക് ഇഷ്ടക്കേടൊന്നുമില്ലെങ്കിൽ അവൾ അവിടെ നിന്നോട്ടെ. ഏതായാലും ഇനിയിപ്പോ പഠിപ്പിക്കാൻ ഉദ്ദേശമില്ല. കേശവൻ എന്താ പറയുന്ന വെച്ചാൽ, ഞാൻ പറയുകയാണെങ്കിൽ അവൾ ഇവിടെ ഇങ്ങനെ തനിച്ച് നിൽക്കുന്നത് ശരിയല്ലെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നു. ഒരു മേൽനോട്ടത്തിന് വേണ്ട ശേഷിയോ ആരോഗ്യമോ നിങ്ങൾക്കും ഇല്ല. എന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താമെന്ന് വെച്ചാൽ അവിടത്തെ പ്രാരാബ്ദം അറിയാലോ. അതൊന്നും ശരിയാവില്ല. നിങ്ങളുടെ കുട്ടികളെ തന്നെ നേരാമാർഗം ആരുടെങ്കിലും ഒപ്പം പറഞ്ഞു വിടാതെ വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവൾക്ക് അവിടെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അടുക്കളയിൽ എന്തെങ്കിലും ഒരു കൈ സഹായിച്ചു കൊടുക്കുക, പിന്നെ വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇടുക. എന്തെങ്കിലും ഒരു ശമ്പളം ഞാൻ തീരുമാനിച്ചു കൊടുക്കാം. അത് കേശവൻ മാസത്തിലൊരിക്കൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോരുകയോ, അല്ലെന്ന് വെച്ചാ അവളുടെ തന്നെ പേർക്ക് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഇടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പട്ടിണി കൂടാണ്ട് കിടന്നാ മതി എന്റെ മോള്. ശമ്പളമൊന്നുമല്ല, മനസ്സാ വലുത്. ആവശ്യങ്ങൾക്ക് ഉപകരിക്കാൻ ആളുണ്ടാവുക, അതാ വേണ്ടത്. ഈ മുറി നീ എടുത്തുള്ളൂ കേട്ടോ. എന്താ, ഇഷ്ടായോ? ഇത്ര വലിയൊരു മുറി ഇവിടെ എല്ലാം വലുപ്പമുള്ള മുറികളേ ഉള്ളൂ.
ഗൗരിക്കുട്ടി എന്തേ? ഇങ്ങോട്ടൊരു ചേച്ചി എന്തേ ഗൗരിക്കുട്ടി? പറഞ്ഞോളൂ. ചേച്ചി ചേച്ചി ഇവിടുത്തെയാണോ? എന്തേ? കുട്ടി ഇവിടുത്തെയല്ലേ? അതുപോലെ ദേവകി ഇങ്ങോട്ട് വരൂ. എന്താ ഗൗരിക്കുട്ടി ഇവിടെ പൂവറിക്കുന്നോ ഒളിച്ചു കളിക്കുന്നോ? ഞാൻ ഇന്ന് പകല് മുഴുവൻ ഗൗരിക്കുട്ടിയുടെ ആക്ടിവിറ്റീസ് മൂവ്മെന്റ്സ് ശ്രദ്ധിക്കുകയായിരുന്നു. എന്താ രണ്ടാളും കൂടി ഇവിടെ? ഗൗരിക്കുട്ടിക്ക് അറിയോ ഈ നിൽക്കുന്ന ആളിനെ? സിനിമ പിടിക്കുന്ന പ്രൊഡ്യൂസറാ വിശ്വംഭരൻ സാറ്. കേട്ടിട്ടുണ്ടോ? എന്താ സാർ ആലോചിക്കുന്നേ? ഗൗരിക്കുട്ടിയെ പടത്തിലേക്ക് എടുത്താലോ എന്നാണോ? ഏയ്, ഈ കുട്ടിയുടെ കാര്യത്തിലൊക്കെ എന്താ ആലോചിക്കാനിരിക്കുന്നത്? സമ്മതമാണ് എന്നൊരൊറ്റ വാക്കിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. ആർക്ക് എപ്പോഴാ ഭാഗ്യം വരുന്നതെന്ന് എങ്ങനെ അറിയാം? നിനക്ക് ഇഷ്ടമാണോ കുട്ടി? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് എന്നെ വീട്ടിൽ കൊണ്ടാക്കണം. ആ, എനിക്ക് വീട്ടിൽ പോണം. എന്താ ഇപ്പൊ പെട്ടെന്ന്? ഒന്നുമില്ല, ഞാൻ വീട്ടിൽ പോയിക്കോളാം. എന്താ, നിന്നെ ഇവിടെ ആരെങ്കിലും തല്ലിയോ? പിടിച്ചു തിന്നാൻ വന്നോ? എന്താ ഇപ്പോ? ഓടി പെണ്ണെ, വന്ന് കേറുന്നതിന് മുമ്പേ തിരിച്ചു പോണോ അത്രേ? ഉള്ള കുട്ടിയല്ലേ വീട് മാറി കിടന്നാ പേടി തോന്നാൻ. ഇവിടെ നിനക്ക് ജോലി കൂടുതൽ വല്ലതും ഉണ്ടെങ്കിൽ അക്കാര്യം പറയാം. നാളെ മുതൽ പണി കുറച്ചെടുത്താ മതി എന്ന് വെക്കാം. പോകാനൊന്നും പറ്റില്ല. വൈകിട്ടങ്ങ് പോകാനാ രാവിലെ ഇങ്ങോട്ട് വന്നേ? അല്ലെങ്കിൽ തന്നെ എന്താ ഇത്? സന്ധ്യക്ക് ഒറ്റയ്ക്ക് നിന്നെ ഇവിടുന്ന് ഇറക്കി വിടിയോ? എനിക്കും ഉണ്ടേ ചില ചുമതലകളൊക്കെ. ആരെങ്കിലും ഒരാളെ കൂട്ടി വിട്ടാ മതി. ഇവിടെ നിന്റെ ആരെങ്കിലും ഇരിക്കുന്നോ കൂടെ വരാൻ? പെണ്ണെ, എന്നെ കലി പിടിപ്പിക്കാതെ പൊയ്ക്കാപ്പുറത്ത്. ഞാൻ തനിച്ച് പോയിക്കോളാം. പോകും. രൂപ 1000 നിന്റെ അമ്മാവെന്ന് പറയണ ആ നക്കി മേനോൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. നിന്റെ കൈ ഞാൻ തന്നതിന് പുറമെ അങ്ങ് പൊയ്ക്കോളാം അത്രേ. നീ പടി കിടക്കില്ല ജീവനോടെ. ഇതാ പണി. എന്തേ എന്താ ഉണ്ടായത്? എന്താണോ ഇത്? പറ്റിയോ? ഈ പണ്ടാരത്തിന് വിരയിളക്കത്തിന്റെ അസുഖ. പേടിച്ചു പോയായിരിക്കും. അമ്മയോട് അമ്മ, അമ്മേ,
എന്താണ് വിചാരിച്ചിരിക്കുന്നത്? അയൽക്കാരെ വിളിച്ചു വരുത്തി ബാക്കിയുള്ളവരെ മാനം പിടിച്ചു ആ രാത്രി അവരെന്നെ ബോധം കെടുന്നതുവരെ തല്ലി. അടിയും ചവിട്ടും പിറ്റേന്നും പകലും മുഴുവൻ ഉണ്ടായിരുന്നു. അങ്ങനെയാത്രേ ചില പെൺകുട്ടികള് കുറെ അടി കൊണ്ട് കഴിയുമ്പം അവരുടെ വഴിക്ക് വരുമെന്നാ പറയണേ. ഗൗരിക്കുട്ടിയോ? ഞാനോ? എന്നെ അടിച്ചനുസരിപ്പിക്കാൻ സാധിക്കില്ലെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. അന്നത്തെ പിന്നെ വേറെ ആണെങ്കിലും ഗൗരിക്കുട്ടിയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, എന്തോ അതിനവർക്ക് ധൈര്യം ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇന്നാ മൂപ്പന്റെ അടുത്തേക്ക്? അതെ. ആര് പറഞ്ഞു? പറഞ്ഞു കേട്ടു. ആരേ മൂപ്പൻ? മാപ്പിളാരുടെ അടുത്ത് ദൈവാത്രേ. അയാൾ പറയുന്ന കേട്ട് നിൽക്കാൻ കുറെ ആൾക്കാരും. ഒരുപാട് സ്വത്തുള്ളൊരു തന്ത. ഞാൻ വന്ന ദിവസം അയാളുടെ ആൾക്കാർ വന്ന അത്രേ എന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. ഞാൻ പോയില്ല. അന്ന് തുടങ്ങി ഇവിടെ സ്വൈര്യമില്ലാണ്ടായി. രാത്രിയിൽ കുത്തും വെട്ടും. ഇവിടെ വരുന്നവരൊക്കെ ആദ്യം അയാളെ ചെന്ന് കാണണമെന്നാണത്രേ. ഇന്ന് ഞാനായിട്ട് പോയതല്ല, ചതിച്ചുകൊണ്ട് കേറ്റുകയായിരുന്നു കള്ളത്തി സ്ത്രീ. ആ തന്തയുടെ മനസ്സ് അലിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും കൊണ്ടുചെല്ലാമെന്ന് വാക്കുകൊടുത്തിട്ട് പോന്നിരിക്കാത്രേ. ഞാൻ പോവില്ല. പോയില്ലെങ്കിൽ അയാളെ വീണ്ടും മാപ്പിളാരെ ഇളക്കി വിടും. ഇവിടെ ആരും വരാൻ സമ്മതിക്കില്ലെന്നാ പറഞ്ഞിരിക്കണേ. ആര്? മാപ്പിളാര്. എന്റെ പേര് ഹിലാൽ എന്നാണ്. മാപ്പിളയാ? ഊണ് കഴിക്കണ്ടേ? ഓ, ഊണ് കഴിഞ്ഞിട്ട് ഗൗരിക്കുട്ടിക്ക് എന്നെ ഒന്ന് കാണാവോ? അല്ല, ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്നെ എങ്ങനെയെങ്കിലും ഒന്നീ വളപ്പിന് പുറത്താക്കി തരാൻ കഴിയുമോ? എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടോളാം. ഞാൻ നോക്കാം. എന്നാലാവുന്ന പോലെ ഞാൻ നോക്കാം. നുണ പറയരുത്. നിങ്ങളോട് ഇക്കാര്യത്തിൽ ഞാൻ നുണ പറയില്ല. ആണയിടണം. അള്ളായാണ് എന്റെ ദൈവം. വരൂ, ഊണ് കഴിഞ്ഞിട്ട് കാണണം. വക്കീലേ, ഗോപി, 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 എന്താ ഇവൻ ഉറങ്ങിയോ ചത്തോ? ഗോപി, ചങ്കൂസ്, നിനക്കൊന്നും ആഹാരം വേണ്ടേ? ഇങ്ങോട്ട് ഇറങ്ങി നിനക്ക്. നിനക്ക് എവിടെ പെണ്ണുമ്പിള്ള? എങ്ങനെ മുടി പിന്നീടിച്ചോ? അത് ചുമ്മാ വക്കീലത്തിന്റെ മോഹം കണ്ടാ അറിയാലോ. എന്താ അത്? അതോ, വക്കീലിനൊരു പെണ്ണിനെ അങ്ങ് ഇക്ഷ പിടിച്ചു എന്നുണ്ടെങ്കിൽ അപ്പൊ അവളുടെ മുടി 2 ആയിട്ട് പിന്നീടിപ്പിക്കും. മൂപ്പരുടെ ആദ്യത്തെ കാമുക എങ്ങനെയായിരുന്നു അത്രേ. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, അങ്ങനെ എങ്ങനെയൊന്നും പുള്ളിക്ക് പിടിക്കൂല. എവിടെ എവിടെ? ആ, എണീച്ചോ. ഓ, ഓ, ഓ. ഓ, 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 ഊഴിക്ക്, ഊഴിക്ക്. ഞാൻ വന്നോളാം. പോ, പോ, പോ. തനിക്കെന്താ തോന്നുന്നേ? ഓ, എന്ത് തോന്നാനാ? ഇവളുമാർക്കല്ല ഇതുപോലെ ഓരോ കഥ പറയാനുണ്ടാവും. ഇത് കഥയല്ല വക്കീലേ. അല്ല, ഇതാണ് ഏതാണ്ട് വലിയ പൊണ്ണക്കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നത്. സക്രിയൊക്കെ എന്താ തോന്നുന്നത്? ആ വിശ്വംബന്റെ കാര്യം അവള് പറഞ്ഞത് കറക്റ്റാ. ആ സംഭവം ഞാൻ പറഞ്ഞതാ. ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ആ കുട്ടി പറഞ്ഞത് മുഴുവൻ നേരാണെന്നേ. സക്രിയ അവളോടൊന്ന് സംസാരിച്ചു നോക്ക്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ബോധ്യാവും. എനിക്ക് ഈ വർഗത്തിന്റെ കരച്ചിലും വീഴ്ചിലും കാണാൻ മഹാ എതക്കേടാ. പിന്നെ അവള് പറഞ്ഞതിൽ കുറെ നേരുണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ നോക്കും? എനിക്ക് വയ്യ തല്ലുകൊള്ളാൻ. അതും അന്യനാട്ടി വന്നു കിടന്നു.
നീ നിന്റെ കാര്യം നോക്ക് ഹിലാലെ, വെറുതെ ബാക്കിയുള്ളവരെ കൂടെ പുലിവാലി പിടിപ്പിക്കാതെ. എന്റെ മോനാ അത്. അതെ മാഷേ, അതിന് മേനു കല്യാണം കഴിച്ചാണോ? പിന്നെ എനിക്കും ഇല്ലേ എന്റേതായ പ്രാരാബ്ദങ്ങള്. രണ്ടാ കുട്ടികള്, ഇളയവള് ഈ കൂട്ടത്തിലുണ്ട്. ഇവരിവിടെ തന്നെയാണ് വളരുന്നത്? ഹേയ്, ഞാൻ രാവിലെ വരുമ്പോ കൂട്ടിക്കൊണ്ടിങ്ങ് പോരും. മോന് സ്കൂളില്ലാത്ത ദിവസവും ഇങ്ങോട്ട് പോരാറുള്ളൂ. ഈ കുട്ടികളുടെ അമ്മയും? അവക്ക് ഈ പടി കയറുന്നതിന് അത്ര ഇഷ്ടമല്ല. എനിക്കും അതത്ര പിടുത്തമല്ല. പിന്നെന്തിനാ പിള്ളേരെ ഇവിടെ കൊണ്ട് നിർത്തുന്നത്? ആഹാരം നടക്കുമല്ലേ? ഇറക്കാൻ പറ്റുമോ മാഷെ? ചാലക്കുഴിയിലെ മെന്നായി പോയില്ലേ? കണ്ടോ, ഈ പണ്ടാരം കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഒരാൾക്കും സ്വൈര്യം ഇല്ലാണ്ടായിരുന്നു. ഇന്നിപ്പം മര്യാദയ്ക്ക് പോയി കാണേണ്ടവരെ കണ്ടു, ആളും മെരുക്കായി. അപ്പോഴും മാസ്റ്റർ അടുത്ത് ഇത്തിരി നേരം സംസാരിച്ചിരുന്നില്ലേ? ആദ്യ ഇവിടെ വന്നിട്ട് ആദ്യ ഇപ്പൊ പഠിച്ചു. അതന്നെ. എന്തോ എനിക്കെന്തോ വിശ്വാസം വരുന്നില്ല. എന്റെ വാക്ക് കേട്ടിട്ട് നീ മനസ്സ് മാറ്റണ്ട. ആണായിട്ട് ഒരാളെയും വിശ്വസിക്കാൻ പേടിക്കുന്ന ഒരു മനസ്സാ എന്റേത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അതുപടി എടുക്കണമെന്നില്ല. ആ മനുഷ്യൻ പറഞ്ഞത് കേട്ടപ്പോ എങ്ങനെയോ എനിക്ക് അയാളെ കുറച്ചൊക്കെ വിശ്വസിക്കാന്ന് തോന്നി. പക്ഷെ ഇതും പറഞ്ഞതിനെ പറ്റിക്കാൻ ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല. ഇവിടെയുണ്ട്. എവിടെ പടക്കും? എവിടെ പടക്കത്തിന്റെ പൈസ? വൈകുന്നേരം പടക്കം കിട്ടിയാ പോരെ? വൈകുന്നേരല്ലേ വിഷു. പറ്റില്ല, പൈസ തന്നാ മതി, ഞങ്ങൾ വാങ്ങിച്ചോളാം. ഇപ്പൊ ഇതിന് വാങ്ങിയാ മതി. വൈകുന്നേരം ചേച്ചി അങ്ങാടിയിൽ അയച്ച് വേറെ വാങ്ങിപ്പിച്ചു തരാം. നിറയെ വാങ്ങി തരാന്ന് പറഞ്ഞില്ലേ? എന്റെ മോനും ഇന്ന് അവിടെ പൂത്തിരി കത്തിക്കുന്ന എഴുതിയിട്ടുണ്ട്. എവിടെ ദേവകീർത്തിയുടെ മോൻ? കോട്ടയത്തിനടുത്ത് ബോർഡിങ്ങില്. ദേ, ഇതാണ് എന്റെ മോൻ. മിടുക്കനാ പഠിക്കാൻ. ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ്. എവിടെയാ കുട്ടിയുടെ അച്ഛൻ? ഇതാ, ഇത് ഞാൻ അഴിച്ചു കളഞ്ഞിട്ടില്ല. ഇതും വിശ്വസിച്ചിട്ടാണല്ലോ എല്ലാവരും വിട്ട് ഞാൻ ആ മനുഷ്യന്റെ കൂടെ ഇറങ്ങിപ്പോന്നത്. ആണായിട്ട് ഒരാളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ മനുഷ്യൻ കാരണമാണോ ദേവകീർത്തി ഇവിടെ എത്തിയത്? ആണോ എന്ന് ചോദിച്ചാ അതെ. പക്ഷെ ഞാൻ പറയാം, എന്റെ മോൻ കാരണമോ ഞാനിവിടെ എത്തിയെന്ന്. അവനില്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ മതിയാക്കിയിട്ടുണ്ടാവും. വല്ല തീവണ്ടിയുടെ മുമ്പിലോ കയറിന്റെ തുമ്പത്തോ. ഞങ്ങൾക്ക് ആർക്കും ഇവിടെ രക്ഷപ്പെടണമെന്ന് തോന്നാറില്ല. ആകെയുള്ള രക്ഷ ഒരുപക്ഷെ ഇതായിരിക്കും. അതുകൊണ്ട് നിനക്ക് അങ്ങനെയല്ല, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലാത്തോളാ നീയെ. എങ്ങനെയെങ്കിലും നിനക്ക് ഇവിടെ ചാടാൻ കഴിഞ്ഞാൽ അതിലേറ്റവും സന്തോഷിക്കുന്നത് ഞാനും ആ പൊട്ടിപ്പെണ്ണൊക്കെ ആയിരിക്കും. ആരാ അവിടെ? എടാടാ, എങ്കി പിന്നെ ആ ചങ്ങായിന്റെ മൂട്ടിലൊന്ന് പൊടിച്ചോടാ.
അക്കരെ എത്തിച്ചെന്നാ മതിയല്ലോ. മതി. എനിക്കെന്ത് തരും? വീട്ടിൽ പോയിട്ട് വാപ്പയും ഉമ്മയായിട്ട് ആലോചിച്ചതിന് ശേഷം ഞാൻ വരും. അപ്പൊ ഒരു മറുപടി പറഞ്ഞാൽ മതി. ഉമ്മ പറയുന്ന പോലെ നടക്കൂ. ഉമ്മയും ഞാനും ഫ്രണ്ട്സിനെ പോലെ. വാപ്പയുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ചിലപ്പോ ആമിനാന്നോ ഐഷാന്നോ പേരൊന്ന് മാറ്റേണ്ടി വന്നാല് വിരോധം ഉണ്ടാവില്ലല്ലോ. ഗൗരിക്കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് ഞാൻ അങ്ങോട്ട് പേര് മാറ്റാം. വരൂ. എങ്ങടാ മാഷേ? ഞങ്ങളിതാ പുഴയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട്. അതിനിത്ര ചുറ്റി വളഞ്ഞു വരേണ്ട കാര്യമില്ലല്ലോ. ഇതാ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയ പുഴയായില്ലേ. ഓ, എനിക്ക് വഴി പരിചയമില്ലാത്തോണ്ട്. വഴി പരിചയമില്ലെങ്കിൽ ഇവിടെ വെറുതെ നിന്ന് ചുറ്റി തിരിയണ്ട. അത് ഈ പെണ്ണിനെയും കൊണ്ട് വരി, ഞങ്ങള് വീട്ടിൽ കൊണ്ടാക്കാം. നാട് മോശാ, അതുകൊണ്ടാ പറയണത്. ഒരി നിനക്ക് പറഞ്ഞു കൊടുത്തുണ്ടായിരുന്നില്ലേ കഴുതേ? നിങ്ങൾ വെക്കുള്ളൂ, ഞങ്ങൾ ഇതാ പുഴക്കര രത്തിനേരെ എന്നിട്ട് വന്നോളാം. വഴിയൊക്കെ എനിക്കിപ്പോ നിശ്ചയമുണ്ട്. പറഞ്ഞതനുസരിച്ചോളി. അടക്കടി. എന്താ മേന്നെ ഉറക്കമെന്ന് വെച്ചാൽ ഉറക്കം തന്നെയാ. മേന്നെ, ഏയ് എന്തുറക്കമാണപ്പോ ഇത്? അല്ല നാരായണു, ഇരിക്കുക ഇരിക്കുക. കൊറേ ആയല്ലോ, വിശേഷമൊന്നുമില്ലല്ലോ. എന്ത് വിശേഷം? അങ്ങനെ അങ്ങ് കഴിയുന്നു, കുടിച്ചും കുടിക്കാതെ. പണിക്കർക്ക് അസുഖമൊന്നുമില്ലല്ലോ? അസുഖേ പണിക്കർക്ക്. ഞാനിങ്ങോട്ട് പോരുമ്പോ ആനകളെ കുളിപ്പിക്കുന്നത് നോക്കാൻ പോണു. മൂപ്പരും കൂടും ആനയെ തേക്കാനും പിടിക്കാനും ഒക്കെ. ആഹാ, അവർക്കൊക്കെ എങ്ങനെ അസുഖം വരാനാ മേന്നെ? ആഹാരവും തേച്ചുകുളി എല്ലാം ഇപ്പോഴും കൃത്യമല്ലേ? അതുകൊണ്ട് എന്താ, മനസ്സ് 16 വയസ്സല്ലേ ഇപ്പോഴും? നമ്മളൊക്കെ ഒരു പ്രായ പറഞ്ഞിട്ട് എന്താ? അല്ലെങ്കിൽ തന്നെ മഹാഭാഗ്യവാനല്ലേ പണിക്കര്? മൂപ്പരുടെ ഭാഗ്യം ഇപ്പം നമുക്ക് ഭാഗ്യക്കാനായിട്ടാ തീർന്നിരിക്കുന്നത്. അതെന്താ നാരായണ താൻ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? എന്നല്ല പറഞ്ഞത്, ഓരോ ജോലികൾ വന്ന് വീഴുന്നത് കാണുമ്പോ. ആ വളരെടുത്ത് ഒന്നിങ്ങോട്ട് വന്നി. മാളുവേട്ടത്ത് ഈ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നല്ലാതെ എനിക്കിത് വല്ലതും അവിടെ ചെന്ന് പറയാൻ ഒക്കോ? വേണമെങ്കിൽ ഞാൻ കൂടെ ഒന്ന് പണിക്കരോട് പറയാം. ഇനി ഇപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. മൂപ്പന്റെ അടുത്ത് കാലത്ത് നിങ്ങൾ ആ കുട്ടിയും കൂട്ടി പോയ വിവരം അവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു. ഇവിടെ നല്ല ഈ നാട്ടിൽ നടക്കുന്ന ഓരോ സംഗതികളും അപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുക കക്ഷി. ഓള് മൂപ്പന്റെ അടുത്ത് പോയി, മാപ്പിളമാര് നിങ്ങൾക്ക് സപ്പോർട്ടായി, എല്ലാം അവിടെ അറിഞ്ഞിട്ടുണ്ട്. അല്ല നീ ഇതിപ്പോ. എനിക്ക് നിങ്ങളുടെ പൂരായ ഒന്നും കേൾക്കണ്ട. ഒരു കാര്യം ഓർത്തോളൂ, മൂപ്പൻ വിളിച്ചാൽ വരാൻ ഇവിടെ 100 മാപ്പിളമാരുണ്ടെങ്കിൽ പണിക്കര് വിളിച്ചാൽ വരാൻ ഇവിടെ 100 സഹായന്മാരുണ്ട്. ഇന്നലെ വരെ മാപ്പിളമാർ ഇവിടെ കയറി സൂര്യക്കേടുണ്ടാക്കാൻ നിന്നപ്പോ കാവല് കിടക്കാനും വെട്ടുകൊള്ളാനും 4 ഹിന്ദുക്കൾ വന്നത് ആര് പറഞ്ഞിട്ടാണെന്നാ നിങ്ങളുടെ ധാരണ? എനിക്കതറിയില്ലേ, നീ ഇതെന്താ? അതൊന്നും മറക്കാൻ പാടില്ല. ഭൂമിയോളം ക്ഷമിക്കുന്നവനാണ് അദ്ദേഹം. ഇതിപ്പോ എങ്ങനെയോ മൂപ്പർക്ക് ഒരു തോന്നൽ വന്നിട്ടുണ്ട്, മാപ്പിളമാരുടെ മാത്രം സപ്പോർട്ട് കൊണ്ട് മാളുകെട്ടത് ഇവിടെ പിടിച്ചിരിക്കാനുള്ള ഭാവമാണെന്ന്. അത് നടക്കില്ല. എന്റെ ഗുരുവായൂരപ്പാ, ഞാൻ പറയണതൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ക്ഷമയില്ലാണ്ടായാലോ? അവളെ അയക്കാൻ എനിക്കെന്തിനാ മനപ്രയാസം? കെട്ടിക്കാൻ നിർത്തിയിരിക്കുന്ന കുഞ്ഞുമോളൊന്നും അല്ലല്ലോ. അവളുടെ സ്വഭാവം ശരിയല്ല നാരായണ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞില്ലേ. സ്വഭാവമൊക്കെ നേരെ ആയിക്കൊള്ളും. മൂപ്പം പാവമായതുകൊണ്ട് അവള് വിദ്യ കാട്ടി ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ അങ്ങനെ ചോദ്യം പഠിച്ചിട്ടൊന്നുമില്ല. മൂപ്പനെ ദേഷ്യം പിടിപ്പിച്ചാലേ കാലത്തെ പെണ്ണ് തലയില്ലാതെ പുഴക്കര കിടക്കും, അറിയോ? അതും എന്റെ കൈ കൊണ്ട് തന്നെ ചെയ്യേണ്ടി വരും. എന്റെ ഈശ്വര, അതല്ല, മാളുവേട്ടത്തെയാണ് ഇതിൽ സൂത്രം കളിച്ച് പെണ്ണിനെ പറഞ്ഞു വിടാതെ പിടിച്ചു നിർത്തിയിരുന്നെങ്കിൽ അതിനുള്ള വിവരം എന്താണെന്ന് വെച്ചാൽ അതും ഇന്ന് രാത്രി തന്നെ കക്ഷി ബോധ്യപ്പെടുത്തി തരും.
ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അതിനുള്ള പുറപ്പാടാ അവിടെ. ഓഹോ, സപ്പോർട്ടുകാരെയല്ല ഒപ്പം തന്നെ താമസിപ്പിച്ചിരിക്കുക. ഒന്ന് നിർത്തണ്ട നാരായണ. നിങ്ങൾക്ക് എപ്പോഴാ സൗകര്യം എന്ന് വെച്ചാൽ ഈ ആശ്രയത്തിന് ഇവിടുന്ന് പിടിച്ചോണ്ട് പോയിക്കോളൂ. കൊല്ലുകയോ കൊല്ലാതിരിക്കയോ. നെല്ലടിയോടെ സാമർത്ഥ്യം കാട്ടുക. അല്ല, ഞാൻ പറഞ്ഞോണ്ടാ കുട്ടി. മോനോടൊന്നും ചോദിച്ചില്ല. ഇപ്പൊ ഇവിടെ ഒന്നും പറയുകയും വേണ്ട. നടക്കടി. നാരായണൻ ഇരിക്കെ. നിക്കടി അവിടെ. ഗൗരിക്കുട്ടി ചാടിപ്പോവാൻ നോക്കുകയായിരുന്നു. ആയിരുന്നെങ്കിൽ പറയുന്നു. ഈ വളപ്പിനുള്ളിൽ ഒരാൾ എന്നോട് ഇന്ന് വരെ ഒരു അക്ഷരം മറുത്ത് പറഞ്ഞിട്ടില്ല. അറിയോ നോക്ക്. നന്ദി കേട്ടവളെ. കാശ് കാണിക്കുമ്പോൾ കൈനീട്ടി വാങ്ങിയിട്ട് ഇപ്പൊ നാട്ടിലെ 2 ജാതിക്കാർ തമ്മിൽ വെട്ടും കുത്തും. എന്ന് അവസാനിപ്പിക്കും ഞാൻ. നാരായണ, എടാ നാരായണ, എന്താണെന്ന് വെച്ചാൽ നേരിട്ട് അങ്ങ് പറഞ്ഞോളൂ. ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഒരു അവിശ്വാസമല്ലേ? നടക്കടി. 9 മണിക്ക് ഞാൻ കാറ് കൊണ്ടുവരും. 9:30 അദ്ദേഹം കളത്തി വരുമ്പം അവിടെ എത്തിയിരിക്കണം. എനിക്ക് അത്രേ അറിയണ്ടു. എന്റെ ശവമായിരിക്കും നിങ്ങൾ കൊണ്ടുപോണത്. അത് പണിക്കര് പറഞ്ഞാല് ഇല്ലേ, ഞാൻ കുറ്റം പറയുന്നില്ല. ഇപ്പോഴൊക്കെ അല്ലേ ഇത്തിരി ഡിമാൻഡ് കാട്ടാൻ ഒക്കൂ, അല്ലേ? 4 ദിവസം കഴിയുമ്പോ എന്ത് പറയും? ഞാൻ ഇറങ്ങുന്ന മാളുകെട്ടെത്തി, പോയിട്ട് വരാം. വരികയോ കൊണ്ടുപോകുകയോ ഒക്കെ തന്റെ കാര്യ. അത് എങ്ങനെയാ ശരിയെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്തോളുക. പിന്നെ എന്നെ കുറ്റം പറയാനും നായന്മാരെ കൂട്ടാനും ഒന്നും നിന്നേക്കരുതെന്ന് പണിക്കരോട് പറഞ്ഞേക്കണം. പണിക്കര് അങ്ങേര് പറയണത് അങ്ങോട്ട് അനുസരിക്കായിരിക്കും നല്ലത്. മൂപ്പന് ചിലപ്പോഴെങ്കിലും ഒരു മനസ്സൊക്കെ ഉണ്ട്. ഇങ്ങേരെ അതല്ല. അയാൾക്ക് കലി കളകിയാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് സ്വൈരായിട്ട് ഇരിക്കാൻ പറ്റാണ്ടേ. ദേവക എപ്പോഴെങ്കിലും മദ്യം കഴിച്ചിട്ടുണ്ടോ? അയ്യേ, കഴിച്ചിട്ടേ ഇല്ല. ഇല്ല. അപ്പൊ അതാ നമ്മൾ തമ്മിൽ ചേരാത്തത്. കള്ളു കുടിക്കുന്ന പെണ്ണുങ്ങളോട് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. കള്ളിനെ മാത്രമേ ഇഷ്ടമുള്ളൂ. അത് പറയാൻ എന്തിനാ മടിക്കുന്നത്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ പിള്ളേരെ കൊണ്ടുവന്നല്ലേ. ഹോ, ഒരു വയസ്സൻ. ഇരിക്കടോ. കറിയച്ചോ, ആ പെണ്ണിന്റെ കാര്യം കുഴപ്പമാ. ഇവൻ പറഞ്ഞ ശരിയാ. അവൾ ഏതാണ്ട് ഒരു ഹൗസ് അറസ്റ്റില്ല. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ? വിളിച്ചിറക്കി കൊണ്ടുപോയി ചെലവിന് കൊടുക്കണം എന്നല്ല. പിന്നെ താൻ കൊടുക്കൂ? ഞാൻ കൊടുക്കാം. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞു. നേരെ സക്രിയ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇനിയും പരിക്ക് പറ്റാതെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഈ കുട്ടിയായിരിക്കും നാളെ ഒരിക്കലും എന്റെ വീട്ടുകാരെത്തി. ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാനുള്ള പദ്ധതി ഇടുകയാണോ മോനെ? വരൂട്ടി. വാ. ചെറുവാണിയൂരുള്ളതാ. ഞാൻ ഇപ്പൊ കാറ് വിട്ട് വിളിപ്പിച്ചതാ. പാരസാര കുട്ടിയാ. ഇവരൊക്കെയാ ടൗണിൽ നിന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ. ശ്രീദേവി പഠിപ്പുള്ള കുട്ടിയാ. ഡിഗ്രി ഉണ്ട്. അതെയോ? BA? അല്ല, BSc. എന്തായിരുന്നു സബ്ജക്ട്? ബോട്ടണി. വീക്കെൻഡ് പയ്യനെ മാതിരി നീ ഇപ്പൊ സർട്ടിഫിക്കറ്റ് കാണണമെന്ന് പറയുമെന്ന് പേടിച്ചിരിക്കാ ഞാൻ. സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്.
രാത്രിയിൽ എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞപ്പോ വിളിപ്പിച്ചതാ. പുലർച്ചെ കണി കണ്ടിട്ടല്ലേ പോകുന്നുള്ളൂ. രാത്രിയിലൂടെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തു കുഴപ്പം? അല്ല ഇനിയിപ്പോ വാരന്മാരുടെ വക ഒരു അറ്റാക്ക് ഒന്നും ഉണ്ടാവില്ലല്ലോ. അതെന്താ വക്കീൽ സാർ അങ്ങനെ ചോദിച്ചത്? അല്ല നായന്മാര് കുഴപ്പം ഉണ്ടാക്കിയേക്കുന്നോ? ഛേ, ഒന്നുമില്ല. ആ പ്രാന്തി പെണ്ണ് കാരണം ഓരോ ചില്ലറ സംസാരം ഉണ്ടാവുന്നല്ലാതെ. ഓ, ഇവിടെയൊക്കെ ആവുമ്പോ ദിവസവും അങ്ങനെ ഓരോന്നാ. നിങ്ങൾ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നേ? രാത്രി മീനോ മറ്റോ വാങ്ങിക്കണ്ടേ? പെൺകുട്ടിയെ വിളിപ്പിച്ച ടാക്സി നിൽക്കുകയാണ്. അപ്പോ ഈ മറ്റേ പെണ്ണുകാരി എങ്ങനെ? നമ്മുടെ ഗൗരിക്കുട്ടിയുടെ. ഓ, അതിനെ ഞാനങ്ങ് പറഞ്ഞു വിടുകയാണ്. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവനൊക്കെ പിടിച്ചു നിർത്തിയ മറ്റുള്ളവർക്കാ പാട്. അറിഞ്ഞോ? അറിഞ്ഞു. 9 മണിക്ക് പണിക്കാരുടെ ആള് അല്ലേ? എന്തായാലും പോകണ്ട. ഇതെന്താ ഇതിപ്പോ ഇരുട്ടത്ത് നിന്നിട്ട് ഒരു സ്വകാര്യം വെളിച്ചത്തേക്ക് ഒന്ന് നിന്നിട്ട് പറഞ്ഞ എന്താ കേക്കാൻ പറ്റില്ലേ? അല്ല, മനസ്സിലാവഞ്ഞിട്ട് ചോദിക്ക, എന്താ മോന് പ്രശ്നം? ഒന്നുമില്ല. എന്നാലേ ഒന്ന് താഴോട്ട് പോയേ. എന്താ ഇവിടെ നിന്ന് സംസാരിക്കാൻ പാടില്ലേ? ഇവിടെ നിന്ന് സംസാരിക്കാം, പക്ഷെ ഈ പെണ്ണുമായിട്ട് സംസാരിക്കണ്ട. അതിനാ കുട്ടിക്ക് വിരോധമില്ലെങ്കിലോ? ആ കുട്ടിയുടെ ഇഷ്ടക്കേട് നോക്കാൻ ഈ വീട് കമ്പിയെന്ന് വീണ് കാഞ്ഞുപോയി അവളുടെ അച്ഛന്റെ വകയായിരിക്കണം. ഇതല്ല. പൊടിയാത്തേക്ക്. നിങ്ങൾ താഴെ കൂട്ടുകാരോടൊപ്പം ചെന്നിരുന്നേ. നമ്മൾ തമ്മിൽ ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. എടാ മോനെ, ആ പണിക്കരുടെ ആള് പറഞ്ഞിട്ട് പോയത് എന്താന്നറിയാലോ? പണിക്കര് പിണങ്ങിയാൽ പിശാചായാള്. അമ്മയ്ക്ക് എന്താ ഇന്ന് പതിവില്ലാതെ ഇങ്ങനൊരു? എന്തോ എനിക്ക് തന്നെ അറിയില്ലടാ. ആകെ ഒരു. അല്ലാതെ താൻ വിചാരിക്കുന്നത് പോലെ ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം സംഘടനവും ഉണ്ടാകാൻ പോകുന്നില്ല. ആ കാളക്കാരന്റെ കൂട്ടിരിക്കുന്ന മനുഷ്യൻ സമയമാകുമ്പോ കാറുമായിട്ട് വന്നോളും. അവൾ അതേ കയറി കൃത്യമായിട്ട് പൊയ്ക്കോളും. അല്ലാതെ ഇവിടെ വേറെ ഒരു കലാപരിപാടി ഉണ്ടാകാനില്ല. തനിക്കെന്താ സംശയം വല്ലതും ഉണ്ടോ? നിങ്ങൾ പറഞ്ഞതുപോലെ ആ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ കറിയാച്ച എനിക്ക് പരാതിയില്ല. പക്ഷെ സപ്പോസ് ആ പെണ്ണ് പോകാൻ കൂട്ടാക്കുന്നില്ലെന്ന് വന്നാൽ? ചേടാ, അവള് പോകാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അവള് പോവില്ല. പിന്നെ എങ്ങനെ പോകുന്നേ? പിടിച്ചോണ്ട് പോകും. എന്ന് തന്നെ വിചാരിച്ചു നോക്കാം. അത് അപ്പോഴല്ലേ. അപ്പം ആളുകളടുത്ത് പറഞ്ഞ പോലെ നമ്മളും 3 ആൺകുട്ടികളല്ലേ. തനിക്ക് ഈ പേടിയും ടെൻഷനും ഒക്കെ കയറുന്നത് ഒരു സ്മാൾ അടിക്കാത്തോണ്ടാ. ഒരു സ്മാൾ അടിച്ചോണ്ടാ പൊട്ടിയുടെ അടുത്ത് വരും. ചെല്ലടോ. ചെല്ലു വാ. മോൻ നാളെ വാ കേട്ടോ. ഞാൻ ഇവരെ കൊണ്ട് ആക്കിയിട്ടിങ് വരാം. സുലൈമാൻ ഓർമ്മയില്ലേ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടുത്തെ വിഷു? പിന്നെ ഇല്ലേ? അമ്മാവന്മാരും മുത്തശ്ശിമാരും സദ്യയും കുട്ടികളും ഒക്കെ ആയിട്ട് എന്തായിരുന്നു അന്നൊക്കെ?
മോള് പോയൊരു ചെറുത്. വെരി വെരി. കണ്ടില്ലേ? കുഴപ്പമുണ്ടാക്കോ? അറിയില്ല. മൂപ്പൻ എന്താ പറഞ്ഞിരിക്കുന്നത്? കുഴപ്പമുണ്ടാക്കാതെ നോക്കിക്കൊള്ളന്ന്. അതിനല്ലേ ഞാനിവിടെ തന്നെ ഇരിക്കണം. ഗൗരിക്കുട്ടി, ഹിന്ദുവിന്റെ മാനമത്രേ. ഇന്നലെ വരെ വേറെ ചിലരുടെ മാനമായിരുന്നു. എന്നെ ജീവനോട് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകില്ല. വേണമെങ്കിലൊക്കെ കൊണ്ടുപോകും. മോളെടുത്തേ, ഞാൻ പോണു. പക്ഷെ ഒന്ന് ഓർത്തു, ഈ നരത്തിന്റെ വായ അടപ്പിക്കാനും ഇവിടെ തൂക്കി കാലിലിട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയാനിട്ടല്ല, അറിയാനിട്ടുമല്ല. നിനക്കും ബോധ്യമുണ്ടല്ലോ. എന്നോട് ഇങ്ങോട്ട് പോരുമ്പോൾ പറഞ്ഞു വിട്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ്. തനിയെ തോന്നിട്ട് അവള് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വരണ്ട എന്ന് ഉറപ്പിച്ചു പറയുകയും കക്ഷി എങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് വാള് വേട്ടത്തിക്ക് അറിയാമല്ലോ. നാരായണ, നീ നിൽക്ക്. വേണ്ട മോളെടുത്തി, നിന്നാൽ എന്റെ സ്വഭാവം മാറും. പിന്നെ അങ്ങേര് പറഞ്ഞു വിട്ടൊന്നും എന്റെ ഓർമ്മ വരില്ല. ഇവിടെ നാവേന്ന് വീഴുന്ന അത്തരത്തിലുള്ള വർത്താനങ്ങളാ. അല്ല, ഇവളുമാരുടെയൊക്കെ നാവിന്ന് വീണ് കേൾക്കാൻ നടക്കണ നിങ്ങളുടെ ഒരു കാര്യം ഓർത്തിട്ട് ചിരിച്ചു പോയതാ എന്റെ നാരായണ. എന്നിട്ട് വാചകോ കേട്ടില്ലേ? അവര് ടൗണിൽ നിന്ന് വന്ന കുട്ടികളാ. കുടിച്ചോണ്ട് എന്തെങ്കിലും പറയുന്നെന്ന് വെച്ചാൽ നീ അതൊന്നും കാര്യാക്കണ്ട. വരിക. ഓഹോ, അപ്പോഴതാണ്. ഞാൻ ചെന്ന് പറയാം. ടൗണിൽ നിന്ന് വന്നവര് അല്ലേ? പിന്നെ താഴെ മറ്റേ സപ്പോർട്ടും. നാരായണ, നീ നുള്ളിക്കോ. ഓ, എവിടെ നുള്ളണാവോ? എന്റെ ഈശ്വരാ, നിങ്ങളൊന്ന് ദൈവത്തെ വിചാരിച്ച് ഈ വീട്ടിൽ പോയി തരൂ. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി അവരുടെ ചോരക്കളാക്കും. ഒന്നാമതേ അവർ ഒരുമ്പിട്ട് നിൽക്കുക. അതിന്റെ ഒപ്പം നിങ്ങളും കൂടെ കൂടിയ നായന്മാർ ഇന്ന് ഇവിടെ ചൂടും. മാളവിടത്ത് ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ ഈ രാത്രി നേരത്തെ എങ്ങനെ എങ്ങോട്ട് പോകും? അതെന്താ ഒരു മര്യാദ ഇല്ലാതെ? സുലൈമാനെ, സുലൈമാനെ, നീ പേടിക്കണ്ട പെണ്ണെ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ എത്രയും പേര് ഇവിടെ തന്നെ നിൽക്കി. കുഞ്ഞാലി കോയം കൂട്ടിക്കൊണ്ട് ആ മല വിളി നടക്കല്ലേ, അവിടെ പോയി നിൽക്കി. സുലൈമാനെ, ഇന്നും കുഴപ്പാ? എന്ത് കുഴപ്പം? നമ്മളൊക്കെ ഇല്ല ഇവിടെ. നിങ്ങളെ പോയി കിടന്നോ ഇക്കൊള്ളി മേനെ. എരി നാരായണ, ആ ലൈറ്റ് അടിച്ചേക്ക്. മുറിക്കൽ ലൈറ്റ് കണ്ട. മണ്ണി വേഗം അടുക്കള അടിച്ച് എല്ലാരും മുകളിലേക്ക് പോന്നു കേട്ടോ. എന്താ മാളവിടുത്തി, ഇന്നും ശല്യം ഉണ്ടാവോ? എനിക്ക് എങ്ങനെയാ കുട്ടി പറയാൻ പറ്റുക? ഇന്നിപ്പോ തിരിഞ്ഞിരിക്കുന്ന നായന്മാരത്രേ. കഴിക്ക്. ഇവിടെ ആരും നിൽക്കണ്ട, എല്ലാരും മുകളിൽ പോയിരുന്നോളി. വല്ലതും കേട്ടോ സുലൈമാനെ? അവരാളെ കൂട്ടുന്നുണ്ട്. ഇവര് അവർക്ക് നോട്ടുണ്ടെന്നാ കേട്ടത്. എന്ത് ബഹളം കേട്ടാലും നിങ്ങൾ വെളിയിലേക്ക് വരരുത്. നശിപ്പിക്കാൻ വേണ്ടി ഒന്ന് കയറിയ മാറണം. നീ ഇന്ന് പഠിക്കും. നിൽക്കടിയോടെ. ഇന്നിനി നീ അവിടുന്ന് അനങ്ങില്ല, ഞാൻ പറയാതെ.
എന്താ മെന്നെ? അവര് വരണുണ്ട്. അമ്മ എവിടെ? അമ്പലത്തിന്റെ അവിടെ. അവര് ആള് കൂട്ടാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. എത്ര ആള് വരും? ഇരുട്ട് അതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്നാൽ ഒരു 10-20 ആളുണ്ടാവും. അവര് നിന്നെ കണ്ടോ? ഇല്ല, അതിനു മുമ്പ് ഞാൻ ഓടിപ്പോന്നു. അവരിങ്ങോട്ട് തന്നെയാണ്. നാരായണേട്ടനും ഒക്കെ ഉണ്ട്, ഞാൻ കണ്ടു. വരട്ടെ, അതിനല്ലേ നമ്മളിവിടെ ഉറക്കുളച്ചിരിക്കണേ. ബാസി, നീ പോണ്ട. ഇല്ലമ്മേ, നീ അവിടെ നിൽക്കാൻ. ഇവിടെ വന്നോളൂ. ഇവിടെ എന്തെങ്കിലും ആവശ്യം വേണ്ടി വന്നാല്. ഇല്ലെന്നേ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ലെന്നേ. ബാസി, അവിടെ നിൽക്കാൻ എന്നോട് ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ട് കയറാൻ ഉദ്ദേശമില്ല. അനക്കില്ല. ഒന്നുകൂടെ വെച്ചു നോക്കി സുലൈമാനക്ക. വിഷുവിന്റെ പടക്കത്തിന്റെ ഒപ്പം കിടന്നോളും. ഞാൻ പോണില്ലമ്മ. എന്താണെന്ന് നോക്കിട്ട് വരാം. നീ പോകണ്ട. എന്താ പൊട്ടിയതെന്ന് ചോദിച്ചിട്ട് വരാന്നേ. നാടൻ ബോംബിന്റെ ശബ്ദമല്ലേ കേട്ടത്? എന്തോ അവര് ഈ വളപ്പിന്റെ പുറത്തുണ്ട്. സുലൈമാനൊക്കെ പ്രത്യേകം പറഞ്ഞു, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അവിടെ ഇരിക്കാൻ. ജോസഫ്, ഒന്ന് പോളിയാ. മറ്റത് മനസ്സിലാകുന്നില്ല. വൈകുന്നേരം ആയപ്പോ ഇന്നലത്തെ പോലെ ഇന്നും പനി പറ്റുള്ളതാണല്ലോ. രക്ഷയില്ല, ഉറക്കമായി. തനിക്ക് വീട് മാറിയിട്ടില്ലല്ലോ. എനിക്കോ? മാളുവമ്മേ, മാളുവേടത്തി വാ. എല്ലാം ഫിറ്റ് ആയിരിക്കുവേ. നീ പൊയ്ക്കോ, ഞാനിവിടെ ഉണ്ട്. അമ്മേ, ഹൈദ്രോസിനെ കുത്തുകൊണ്ടു. ഭാസ്കരേട്ടനെ ആരോ വെട്ടി. ആ
വന്നവർക്കും ശരിക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടട്ടെ. എടാ, നീ ഇവിടെ വന്നിരിക്കാൻ. ഹൈദ്രോസിന് കുത്തുകൊണ്ടാലും ഭാസ്കരേട്ടിന് വെട്ടുകൊണ്ടാലും അനങ്ങാത്ത തള്ളയാ. അവരവിടെ നിന്ന് അനങ്ങണമെങ്കിൽ അവരുടെ മോൻ എന്തെങ്കിലും പറ്റണം. എങ്കിലേ അവരവിടെ നിന്ന് എഴുന്നേക്കും. ഞാൻ ആ തള്ള അവിടെ നിന്ന് മാറ്റിത്തരാം. നിനക്ക് ആ പെണ്ണെ കൂടെ രക്ഷപ്പെടാവൂ. കരേശ കൊണ്ടുപോയിക്കോളാം, ഞാൻ കൊണ്ടുപോയിക്കോളാം. കരേശ പോയോ? എന്തുണ്ടായി? എന്റെ ഇറങ്ങി വന്നത്? നിങ്ങൾ മേലെ പോയി ഇരിക്കും. പക്ഷേ പോയിൻ പോയിൻ.
നിങ്ങൾ പുഴ കിടക്കാൻ നോക്ക. കറിയാച്ചനില്ലാതെ വരില്ല. കറിയാച്ചൻ നോക്കിട്ടില്ല ഞാൻ. ചെല്ലേ ചെല്ല.